അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതിനൊന്നും വല്ല തർക്കമുണ്ടോ ആവോ? ഇങ്ങനെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞില്ല, ഇതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഊഫുർ റഹീം എന്നൊക്കെ നബിനെ അള്ളാഹ് തന്നെ വർണ്ണിച്ചാണല്ലോ. അതുകൊണ്ട് അതിൽ തർക്കം വരാൻ സാധ്യത ഉണ്ടാവില്ല. ഏതായാലും ഇതാണ് പിന്നുള്ളത്. അതിൽ തർക്കം ഉന്നയിക്കാത്തതുകൊണ്ട്, ഉന്നയിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് ഞാനവിടെ നിർത്താം. പിന്നെ വറുവിയ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാല കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദമ ബി അൽഫി ആം يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم إلى الأرض وجعلني في السفينة في صلب نوح وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط صلى الله على محمد صلى الله عليه وسلم. നമ്മൾ മങ്കൂസ് മൗലിദിൽ പറയുന്ന ഈ ഒരൊറ്റ ഹദീസാണ് ഇനി ആദ്യം ഉന്നയിക്കപ്പെടുന്ന ഹദീസിൽ ബാക്കിയുള്ളൂ. ഒരു റിവായത്ത് റുബിയാനിൻ നബിയ്യി, നബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നഹു കാല, തങ്ങൾ പറഞ്ഞു, കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദമ ബി അൽഫി ആം. ആദമിനെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുൻപ് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ഒളിവായിട്ട് നിൽക്കുകയായിരുന്നു. യുസബ്ബിഹുല്ലാഹ ദാലിക്കൻ നൂറു, എന്റെ ഒളിവ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും. മലക്കുകൾ ഈ തസ്ബീഹ് കേട്ടിട്ട് അവരും കൂടെ തസ്ബീഹ് ചൊല്ലും. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം, ആദമിനെ അള്ളാഹ് പടച്ചപ്പോൾ അൽഖാ ദാലിക്കൻ നൂറ ഫീ തീനത്തിഹി, എന്റെ ഈ ഒളിവിനെടുത്തിട്ട് അള്ളാഹു തആല ആദമിനെ കുഴച്ച മണ്ണിലേക്ക് കൂട്ടി. ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദം, അങ്ങനെ ആദം നബിന്റെ ഉടലിൽ കിടന്നിട്ട് ആദം നബി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാനും കൂട്ടത്തിൽ ഇറങ്ങി. ആ കൂട്ടത്തിലുണ്ട് ഹിബിത്തൂന്നുള്ള പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിക്കൊള്ളിന്ന് ആദം നബിനോട് പറയാനേ. അപ്പൊ കൂട്ടത്തിലുള്ളവരും കൂടി കൂടിക്കൊള്ളിന്ന ഇറക്കി. വജഅലനി ഫിസ്സഫീനത്തി ഫീ സുൽബി നൂഹ്, നൂഹ് നബിന്റെ കപ്പലിൽ എന്നെയും അല്ലാഹു തആല ആക്കി നൂഹ് നബിന്റെ മുതുകിലായിക്കൊണ്ട്. വജഅലനി ഫീ സുൽബിൽ ഖലീലി ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ മുതുകിലും എന്നെ അല്ലാഹു ആക്കി. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, മൂപ്പരെ തീയിലിടപ്പെട്ട സമയല്ലേ, അന്ന് നബി പോലുമല്ല. അന്നത്തെ കാലത്ത് ഇബ്രാഹിം നബിനെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോ ഞാനുണ്ട്. ഹദീസ് തന്നെ മതി ഇതിന് തെളിവ്, ആദ്യത്തിന് തെളിവ്. ആ കാലത്തുള്ളത് കൊണ്ട് ഫലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിസ് സക്കിയത്തി ത്വാഹിറ, അങ്ങനെ മുന്തിയ മാന്യമായ മുതുകുകളിലൂടെ പരിശുദ്ധമായ സംസ്കൃതമായ നല്ല ഗർഭപാത്രത്തിലേക്കെന്ന വിധം എന്നെ അല്ലാഹു തആല നീക്കിക്കൊണ്ടേയിരുന്നു തലമുറകളിലൂടെ. ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ, എന്റെ മാതാപിതാക്കളിൽ നിന്ന്, അതായത് അബ്ദുല്ലാ, ആമിന റളിയല്ലാഹു അൻഹുമാ, ഈ 2 പേരിൽ നിന്ന് അല്ലാഹു എന്നെ ഭൂമിയിലേക്ക് വെളിക്ക് കൊണ്ടുവന്നു. വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്, എന്റെ മാതാപിതാക്കൾ, തലമുറകളായിട്ടുള്ള മാതാപിതാക്കൾ ആരും വേണ്ടാത്ത തരത്തിലുള്ള ലൈംഗിക ബന്ധം പുലർത്തിയവരോ മോശത്തരത്തിലുള്ള ലൈംഗിക ചിന്തകളിലോ ഇടപെട്ടവരെ അല്ല. ഹലാലായ നിക്കാഹിൽ, സുന്ദരമായ ദാമ്പത്യത്തിലാണ് ഞാൻ പിറന്നതെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇതൊരു ലേശം അലോസരം സൃഷ്ടിക്കുക, വെറുപ്പ് സൃഷ്ടിക്കുക, നല്ല തറവാട്ട് കൂടെ അല്ലാതെ പിറന്നോൽക്കാകാനേ വഴിയുള്ളൂ. എത്രയല്ലേ വരാനുള്ളൂ? നല്ല തറവാട്ട് കൂടെ നല്ല ഗർഭപാത്രത്തിലേക്ക് വന്നു എന്ന് പറയുന്നതിനോട് ഒരാൾക്ക് അസൂയ തോന്നണമെങ്കിൽ അയാൾ അങ്ങനെ അല്ലാതിരിക്കണം. അപ്പൊ അയാൾക്ക് വേറുള്ളവരോടൊക്കെ ദേഷ്യ, ഇത് പറയുന്നവരോടൊക്കെ ഇങ്ങനെ ദേഷ്യം വന്നതല്ലാതെ ഈ റിപ്പോർട്ടിന്റെ പേരിൽ എന്തിനാണ് മങ്കൂസ് മൗലിദിനെ കുതിര കയറുന്നത്? നബിയെ തൊട്ട് ഇങ്ങനെ റിപ്പോർട്ടുണ്ട് എന്നല്ലേ മങ്കൂസ് മൗലിദിലുള്ളൂ? ഈ റിപ്പോർട്ട് ഉണ്ടാകല്ലേ വേണ്ടുള്ളൂ. പോരെ, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിന്റെ ബലാബലം പോലും പരിശോധിക്കേണ്ടതില്ല. നബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. റിപ്പോർട്ട് തരാം. ഇമാം അബൂ നുഐമിന്റെ ദലായിലുൻ നുബുവ്വ നോക്ക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് കൃത്യമായി ഒരു ചെറിയ വാക്യം പോലും തെറ്റാതെ ഇതേ ഹദീസ് നിവേദനം ചെയ്തത് അബൂ നുഐം എന്നവരുടെ ദലായിലുൻ നുബുവ്വയിൽ കാണാം.
അബൂ നുഐമിന്റെ ദലായിലുൻ നുബുവ ഇമാമിയങ്ങൾ തലമുറകളായി അഷ്റഫുൽ ഖൽഖിന്റെ മുഅ്ജിസാത്തുകളും നുബുവത്തിന്റെ തെളിവുകളും പ്രമാണിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ബലപ്പെട്ട കിതാബാണ്. ആ കിതാബിൽ പറഞ്ഞ കൃത്യമായ ഇബ്നു അബ്ബാസിന്റെ ഹദീസിനെ റുവിയാനിൻ നബി എന്ന് മങ്കൂസ് മൗലിദ് പറഞ്ഞപ്പോഴേക്ക് മങ്കൂസ് മൗലിദിൽ ബലല്ല, മൗദൂഇ തോന്നിയാസം. നോക്കി നിങ്ങൾ, ഇതുവരെ ആയപ്പോ ഒന്നാം ഹദീസ് കഴിഞ്ഞു. ഇനിയിപ്പോ അന്തതുലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വാശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ച് ആരംഭ നബി മനോമുഖരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിധാനത്തിലെത്തിയപ്പോ നമ്മൾ ഫാത്തിഹ സൂറത്തിൽ ഇയ്യാക നഅ്ബുദു എന്ന് അല്ലാഹുവിനോട് സംബോധനയുടെ ശൈലിയിലേക്ക് നീങ്ങിയതുപോലെ മൗലിദിന്റെ അലങ്കാര രീതിയിൽ അന്തതുലു, അങ്ങനെയുള്ള നബിയെ എന്റെ മനം നിറയെ അങ്ങാണ്, അങ്ങല്ലേ ഇപ്പോഴും ഉദിക്കുന്നു, ഞങ്ങൾക്കിടയിൽ ഇപ്പോഴുമില്ലേ അങ്ങ് തിളങ്ങുന്നു. കൽ ബുദൂർ, നല്ല കതിരോനെ പോലെ, നല്ല 14 രാവിലെ പൗർണമികളെ പോലെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പൗർണമിയെ പോലെ അങ്ങല്ലേ ഞങ്ങൾക്കിടയിൽ തിളങ്ങുന്നു. ബൽ വാഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി, പൗർണമിയേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ തിളങ്ങുന്നല്ലോ അങ്ങ് എന്ന് സുന്ദരമായ ശൈലിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ സയ്യിദി ഖൈറൻ നബി, യാ സയ്യിദി ഖൈറൻ നബി, യാ സയ്യിദി ഖൈറൻ നബി എന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ടുള്ള ഈരടികളോടുകൂടിയുള്ള സുന്ദരമായ ആരോഹണമാണ്. സുന്ദരമായൊരാരോഹണം. ഇത് സാഹിത്യ അലങ്കാരം പരിചയമുള്ള ചമൽക്കാരൻ തിരിയുന്ന ആർക്കും ബോധ്യപ്പെടും, വേറെ ഒരു ശൈലിയും പഠിക്കണ്ട. പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് മങ്കൂസ് മൗലിദിന്റെ മറ്റേത് ഇങ്ങോട്ട് ഒന്നായിട്ട് ഇറങ്ങുക. ഏത് ശിർക്ക്പരമായ എല്ലാ സംഗതികളും ഇങ്ങോട്ട് ഇറങ്ങല്. എന്തേ ഇതിന് നബിനോട് ശഫാഅത്ത് ചോദിക്കണ്, പാപം പൊറുക്കലിനെ തേടാൻ പറയണ്, പാപം അങ്ങോട്ടാക്കാൻ പറയുന്നു. ഈ സോക്കേണ്ട എന്താ ചികിത്സ? ഈ സോക്കേണ്ട ചികിത്സ കുറച്ച് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ എന്ന വിഷയം ഒന്ന് പഠിക്കന്നെ. ഞാൻ ഇതേ രീതിയിലുള്ള തഖിയുദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരൽപ്പം ഈരടി നിങ്ങളൊരൽപ്പം കേൾപ്പിച്ചാൽ നമ്മൾ മങ്കൂസ് മൗലിദ് സ്വീകരിക്കുന്നത് നൂറ്റാണ്ടുകളായ ഇമാമുകളും പ്രഗത്ഭരായ പണ്ഡിതന്മാരും മഹത്തുക്കളായ ഇമാമുകളും നടത്തി വരുന്ന അതേ രീതിയിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല എന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെടും. കാരണം ഈ ഈരടികളിൽ ഇർതകബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ഈ വരിയിലാണ് വഹാബികൾ ചെന്ന് പിടിച്ച് നല്ലോണം കയറുക. ബാക്കിയുള്ളവർക്കൊക്കെ അത്ര കയറൂല, ഒരു വിളിയല്ലുള്ളൂ എന്നാ. അവസാനം വരുമ്പോ പടച്ചോനെ നീ എന്റെ പാപം പൊറുക്കണേന്ന്, പാപം പൊറുക്കണ്ടെങ്കിലും നബിക്ക് കൊടുക്കാൻ പറ്റുമോ? അത് അള്ളാന്റെ കുത്തകയല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ കുത്തകയായ ഗുണം നബിയിൽ ആരോപിച്ചിട്ട് നബിയേ എന്ന് പറഞ്ഞ് പാപത്തിന്റെ പേരിൽ അന്യായം തേടിയിരിക്കുന്നു. അതുകൊണ്ട് പാപമോചനത്തിന് നബിനോട് അർത്ഥിച്ചത് എന്തായാലും അഭൗതിക കാര്യത്തിലുള്ള സഹായം തേടലും പ്രാർത്ഥനയുമാണ്. അത് ശിർക്കാണ്, തെളിഞ്ഞ ശിർക്ക്. ആ ശിർക്ക് കുത്തി നിറഞ്ഞിരിക്കുന്നു മങ്കൂസ് മൗലിദിൽ. അതേ കാര്യം തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ അവർ പറഞ്ഞു. പറഞ്ഞാൽ ആരാധക നിരങ്ങൾ തഖിയുദ്ദീൻ സുബ്കി ഇബ്നു തീമിയ എന്ന് പറയുന്ന ആ പണ്ഡിതൻ തന്റെ കാലത്തിന്റെ മുൻപ് 7 നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഇമാമുകളെല്ലാം അനുവർത്തിച്ചു വന്ന വഴക്കത്തിനെതിരെ ഇത്തരം അന്യായം പറച്ചിലുകളും വിളികളും ഇത്തരം സഹായം തേടലുകളും നടത്തിയാൽ അതെല്ലാം ശിർക്കാവുന്നു എന്ന പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിക്കുന്ന കാലത്ത് ഇബ്നു തീമിയയുടെ ഖണ്ഡിച്ചുകൊണ്ട് ഇബ്നു തീമിയക്കെതിരെ ശരിക്കും നിലകൊണ്ട മഹാനായ പണ്ഡിതനാണ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു മഹാനവർകൾ. നമ്മുടെ ജംഉൽ ജവാമിഇന്റെ മുസന്നിഫ് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഷെയ്ഖുൽ മുസന്നിഫ് വാലിദുൽ മുസന്നിഫ്, മുസന്നിഫിന്റെ ഷെയ്ഖുൽ ഇസ്ലാം വാലിദുൽ മുസന്നിഫിന്റെ പിതാവ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വാഴ്ത്തപ്പെടുന്ന മഹാൻ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ഏതാനും ഈരടി പറഞ്ഞാല് അത് നമ്മളും ചെയ്യുന്നതിൽ മോശമല്ലാതെ എന്റെ സാധാരണക്കാർക്കും വിശ്വാസികൾക്കും ഇത് മതിയാവും. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ തന്നെ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല നേർക്കുന്ന ഒരു പരിപാടിയിൽ. മഹാനായ ഇമാം തഖിയുദ്ദീൻ സുബ്കി തന്റെ മകൻ മുഹമ്മദ് എന്ന മകന് നൽകിയ ഒരു വസിയത്ത് നല്ല ഒരു ഗ്രന്ഥമായി ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിക്കപ്പെട്ട വസിയത്തിൽ
ബഹുമാനപ്പെട്ട ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹുവിന്റെ ആ പാട്ടുകളിൽ, ഈരടികളിൽ 63 വരികളുണ്ട്. 63 നല്ല സുന്ദരമായ വരികളാണ്. ബുനയ്യ ലാ തുഹ്മിൽ നസീഹതി അല്ലതി ഊസീക വസ്മഅ മിൻ മഖാലി തർശുദി ഇഹ്ഫദ് കിതാബല്ലാഹി വസ്സുനന അല്ലതി സ്വഹത്ത് വഫിഖ്ഹ ശാഫിഈ മുഹമ്മദി. ഷാഫി ഇമാമിന്റെ മദ്ഹബ് നല്ലോണം പഠിച്ചോ, കിതാബും സുന്നത്തും നല്ലോണം പോലെ മനസ്സിലാക്കിക്കോ. ഞാൻ ഉപദേശിക്കുന്ന ഉപദേശം എന്റെ ഗുണകാംക്ഷ പാഴാക്കി കളയരുത് മോനെ, ഒഴിവാക്കരുത് മോനെ എന്നും പറഞ്ഞ് അവസാന കാലത്ത് തന്റെ മകന് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ഉപദേശം, മുഹമ്മദ് എന്ന മകന് ഉപദേശം നൽകുന്ന ആ ഉപദേശം താനങ്ങനെ കേറിയിട്ട് 31ാമത്തെ വരിയിൽ മകന് വേണ്ട വരികൾ മുഴുവൻ 30 വരികളിലൂടെ ഉപദേശങ്ങൾ നീണ്ടു നൽകിയ ശേഷം മഹാനർ പറയുന്നു, വലഖദ് അസംതു അലൽ ഹിജാസി ലിഹജ്ജതി തംഹു മിനൽ ആസാമി മക്തസബത് യദി. ഞാനിതാ മോനെ ഹിജാസിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഹജ്ജിന്. എന്റെ കുറ്റങ്ങളൊക്കെ മായ്ക്കാൻ പറ്റുന്ന, എന്റെ എല്ലാ തെറ്റുകളും പൊറുക്കാൻ പറ്റുന്ന ഹജ്ജിന്. ഫലഖദ് ജനൈതു വമാ ഖൂലു ജഹാലതൻ വലഖദ് അസൈതു ബിജുർഅതിൻ വതഅമ്മുദി. ഞാൻ വല്ലാതെ തെറ്റ് ചെയ്ത ആളാണ്, അറിയാതെ പറയല്ല, ശരിക്കും അല്ലാഹുക്കെതിരെ കാണിച്ച ആളാണ്. വലഖദ് റകിബതു ഹവം വഗിബ്ബം മുഫ്രിത വലഖദ് സലൽതു വമാ നസീതു തബഉദി. ഞാൻ എൻ്റെ തന്നിഷ്ടത്തിനു വെച്ച് തടിയിച്ചക്കൊത്ത് വളരെയധികം തോന്നിയാസങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വിസ്മരിക്കുന്നില്ല. എന്റെ നിലപാടുകളും എനിക്ക് നൽകപ്പെട്ട താക്കീതുകളും ഖുർആനിലും ഹദീസിലുമുള്ള താക്കീതുകളും ഒന്നും വിസ്മരിച്ചില്ല. ഞാൻ ശരിക്കും തെറ്റുകാരനാണ്. ഞാൻ എന്റെ ശരീരത്തോട് ധാരാളം അക്രമം ചെയ്ത പാപ്പിയാണ്, ദോഷിയാണ്, പരിപൂർണമായും ദോഷം ചെയ്ത പാപ്പി. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ഹളറത്തിലേക്ക് ഞാൻ ചെല്ലാൻ കടപ്പെട്ടവനാണ്. ولو أنهم ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അതിക്രമകാരികളായിട്ടുള്ള ആളുകളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ചെല്ലുകയും നബിന്റെ ഹളറത്തിൽ ചെന്നുകൊണ്ട് നബിനെ കൊണ്ട് തവസ്സുലായി അവിടത്തോട് അന്യായം പറഞ്ഞ് അവരുടെ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയുകയും പാപമോചനത്തിന് അപേക്ഷിക്കുകയും ചെയ്താൽ പാപം പൊറുക്കപ്പെടുമെന്ന ആയത്ത് എല്ലാ ദോഷികൾക്കും പാപികൾക്കും ബാധകമാണെന്ന സകല മുഫസ്സിറുകളുടെയും, പ്രത്യേകം വിവരിച്ച മുഫസ്സിറുകളുടെയും ഒക്കെ ശരിയായ വീക്ഷണം തന്നെ ഇമാം സുബുക്കിയും പുലർത്തിയിട്ട് പറയാ, മുഹമ്മദ് നബിയുടെ സ്ഥാനത്തേക്കും അവിടുത്തെ പദവിയിലേക്കും അവിടുത്തെ മഖാമിലേക്കും ഞാൻ എത്തണം. الرسول برحمة وتعطف يستغفر الرحمن للقلب الصدي. എന്റെ കത്തുന്ന മനസ്സിന് അല്ലാഹുവിനോട് പാപമോചനം തേടാൻ ആരംഭ നബി കനിവ് കാട്ടിയേക്കാം. وعسى لأجل المصطفى وبجاهه يرضى ويرحمني لذله سيدي. എന്റെ റബ്ബ് എന്നോട് പൊരുത്തപ്പെടുകയും എനിക്ക് കരുണ ചെയ്യുകയും ചെയ്തേക്കാം നബിനെ മാനിച്ചുകൊണ്ട്. فلو أن خلق الله ظلموا وتوا هذا الرسول لكان عذب موردي. പടച്ചോന്റെ പടപ്പുകളായ മനുഷ്യർ മുഴുക്കെ പാപികളായി ദോഷികളായി ആ ഹദറത്തിൽ ചെന്നാലും എല്ലാവരുടെയും പാപം പൊറുക്കാൻ പറ്റുന്ന നല്ല കനിവിന്റെ നീരുറവ അതാണ് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി. ആ നബിയുടെ അടുത്തേക്ക് ഞാൻ ചെല്ലണം എന്ന് മകനോട് തന്റെ അവസാനത്തെ തീരുമാനം പറഞ്ഞിട്ട് ഇനി അല്ലാഹുവിന്റെ റസൂലിലേക്ക് നേരിട്ടൊരു പ്രയാണമാണ്, നബിയിലേക്കൊരാരോഹണമാണ്. وَلَقَلَّلَمْتُ وَقَلَّلَمْتُ وَقَلَّلَمْتُ وَقَدْ أَتَيْتُكَ يَا كَرِيمَ الْمَوْعِدِ. ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ് നബിയെ. ഇതാ ഇവിടത്തേക്ക് വന്നിരിക്കുന്നു. ഫംനുൻ അലയ്യ ബിതൗബത്തിൻ വംനുൻ ബിഖാതിമത്തിൽ ഹുദാ വംനുൻ ബിഫദ്ലി തഗമ്മുദി. ഇൻ അൻത ലം തർഹം ഫമൻ ഹുവ റാഹിമു ഔ അൻത ലം തഗ്ഫിർ ഫമൻ ലിൽ മുഅ്തദി. ആരംഭ നബിയെ, എനിക്കെന്റെ പാപത്തിൽ നിന്ന് മോചനം വേണം, തൗബ വേണം. ആ തൗബ അങ്ങ് തരണം. വംനുൻ ബിഖാതിമത്തിൽ ഹുദാ, എനിക്ക് ഇസ്ലാം ദീൻ ഇമാൻ രക്ഷപ്പെട്ട് കിട്ടിയിട്ട് അവസാനം കിട്ടിയിട്ട് മരിക്കണം, ഹുദയുടെ ഖാത്തിമത്ത് കൊണ്ട് മരിക്കണം. അത് തങ്ങൾ തരണം.
വംനുൻ ബിഫളിലി തഗമ്മുദി, അവിടുത്തെ വ്യാപകമായ പൊതിയുന്ന റഹ്മത്ത് ഔദാര്യമായി തങ്ങൾ തരണം. ഇന്നന്ത ലം തർഹം ഫമൻ ഹുവ റാഹിമു ഔ അന്ത ലം തഗ്ഫിർ ഫമൻ ലിൽ മുഅ്തദി. അങ്ങ് പുറത്തില്ലെങ്കിൽ എനിക്ക് ആരാണ്? അങ്ങ് കരുണ കാണിച്ചില്ലെങ്കിൽ എനിക്ക് ആരാണ്? വമനില്ലദീ യാ സയ്യിദി അർജൂ ലിമാ ഇൻദീ മിനൽ അംരിൽ മുഖീമിൽ മുഖീദി. എന്നെ ഇരുത്തുന്ന നിർത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ ആഗ്രഹിക്കുന്നത് ആരംഭ നബിയെ അങ്ങളെ തന്നെയാണ്, മറ്റാരാണ്? മലീ സിവാ തഅഫീരി ഖദ്ദി ഫീ സറാ ബലദിൻ നബിയിൽ ഹാശിമിയിൽ മഹ്തദി ഫീ മൗതിനിൽ ഖദമിൽ ശരീഫി വമഹബത്തിൽ വഹയിൽ കരീം വഹിയിറങ്ങിയ പുന്നാര മദീനത്ത്, റസൂലുള്ളാഹിന്റെ കാൽപാദങ്ങൾ സ്പർശിച്ച പുന്നാര മദീനയിൽ എന്റെ കവിളൊന്നു പോയിട്ട് അവിടെ വരക്കണം ആ മണ്ണിൽ, അല്ലാതെ എനിക്ക് എവിടെ നിന്നാണ് പാപം പൊറുക്കാൻ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശമേറ്റ മദീനത്തെ മണ്ണിനെയും വിണ്ണിനെയും ഒട്ടാകെ സാക്ഷി നിർത്തിയിട്ട് ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിനോട് പാപത്തിന്റെ പേരിൽ അന്യായം പറഞ്ഞ തൊബക്കാത്തില് വളരെയധികം പേര് പറയപ്പെട്ട തന്റെ പിതാവായ താജുദ്ദീൻ സുബ്കിയുടെ പിതാവായ മഹാനായ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈ വസിയ്യത്ത് പഹടമുള്ള കാലാകാലം. പിന്നെ മഹാനർ ഹിജറ 756 വഫാത്ത്, 683 തന്റെ ജനനം. അപ്പൊ ഇബ്നു തൈമിയ്യയുടെ ആ വിദണ്ഡ കാലത്ത് നല്ലോപോലെ തികഞ്ഞ പണ്ഡിതനായി നിന്ന ആ മഹാൻ അഹ്ലുസുന്നത്തിന് വേണ്ടിയിട്ട് ഉരുക്കുപോലെ കെട്ടിപ്പടുത്ത ആ കോട്ടയിലാണ് ഇബ്നു തൈമിയ്യയുടെ ബിദ്അത്ത് തകർന്ന് തരിപ്പണമായതും അദ്ദേഹത്തിന്റെ ആക്രമണത്തിലാണ് അത് നിരംപരിശായതും. ആ തഖിയുദ്ദീൻ സുബ്കിയെ പിൻപറ്റുന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾക്ക് ഇർതകബതു അലൽ ഖതാ വയറഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറയുന്നത് ഒരു കൊടുത്തല്ല, വല്ലാത്തൊരു വിഷമൊന്നുമില്ല. അത് സുന്ദരമായിട്ട് പറ്റുന്ന, ശരിക്കും സാഹിത്യാലങ്കാരത്തിലും പറ്റുന്ന, മതപരമായും ദീനിയായും യാഥാർത്ഥ്യത്തിന്റെ മേലെടുത്താൽ അങ്ങനെയും പറ്റുന്ന ശരിയായ തവസ്സുലും ഇസ്തിശ്ഫാഉമാണ്. ആ ഇസ്തിശ്ഫാഇന്റെ പേരിലും മങ്കൂസ് മൗലൂദ് ബഷീർക്ക് ആരോപിക്കേണ്ട. ഇനി രണ്ടാമത്തെ ഹദീസ് റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. ഞാൻ ആ ഹദീസുകൾ ഇങ്ങനെ ഓതാൻ പോണില്ല, ഇനി വേഗം സുഖ. എന്താന്ന് വെച്ചാൽ ആളെ പറഞ്ഞിട്ട് ഒറ്റ പോക്ക്. റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, ഇതാണിപ്പോ നാലാമത്തെ ആരോപണത്തിന് കൂടി വിധേയമായ മങ്കൂസ് മൗലൂദിലെ കെട്ടുകഥ. നാലാമത്തെ ആരോപണം എന്താ? ജൂതന്മാരെ കൂട്ടുപിടിച്ചിട്ട് ഇസ്ലാമിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മൗലിദുകാരൻ നടത്തുന്നത്. അതോതുന്നവര് അതിനാണ് വളം നിൽക്കുന്നത്, കൂട്ടുനിൽക്കുന്നത്. ഓ, വല്ലാത്ത ആരോപണം. എതിരാളിയുടെ കയ്യിലെ പാവയായി മഹാന്മാര് മാറിയെന്ന്. റവാ കഅബുൽ അഹ്ബാർ തിരായി എന്തേ വേണ്ടുള്ളൂ? കഅബുൽ അഹ്ബാർ എന്നവരെ അപ്പൊ ഈ ജൂതനാന്നറിയുന്നത്. കഅബുൽ അഹ്ബാർ എന്ന് പറയുന്ന ആരാ? കഅബുൽ അഹ്ബാർ ജൂതനായിരുന്നു, അത് ശരിയാ. കഅബുൽ അഹ്ബാർ എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ട്, അത് അറിയാതെയല്ല. കഅബുൽ അഹ്ബാർ, അഹ്ബാർ റുഹ്ബാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം അത് ജൂതന്മാരിലുള്ള സന്യാസികളെയും പുരോഹിതന്മാരെയും വിളിക്കുന്ന പേരാണ് എന്ന്. അദ്ദേഹം നല്ല പുരോഹിതനായിരുന്നു. കഅബുൽ അഹ്ബാർ, അഹ്ബാറുകളുടെ കഅബ്. അപ്പൊ പുരോഹിതന്മാരിലുള്ള കഅബ് എന്ന അദ്ദേഹത്തിന്റെ പേര് അലങ്കാരമായിട്ടാണ്, പേരായി തന്നെ ഞങ്ങൾ വിളിക്കുന്നത് കഅബുൽ അഹ്ബാർ. കഅബുൽ അഹ്ബാർ എന്ന് പറയുന്ന ആള് ഇപ്പോഴും ജൂതനാന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ ജൂതനാന്ന് പറയുന്നവർക്ക് വളം വെച്ചു കൊടുത്തത് നിങ്ങളുടെ ഈ രീതിയല്ലേ, നിങ്ങളുടെ ഈ ശൈലി? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ധാരാളം ഹദീസുകൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിൽ മിക്ക ഹദീസും കഅബിലൂടെ വന്നിട്ടുണ്ട്. കഅബിൽ നിന്ന് പലതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടുണ്ട്. ഈ കഅബിനെ ജൂത പുരോഹിതനെന്നും ജൂതന്റെ ഏജന്റ് എന്നും തിരിയാതെ നമ്മൾ ആലാതെ വട്ടം കറങ്ങിപ്പോയി എന്ന്. ആ വട്ടം കറങ്ങലിലിടോ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുതൽ പിടിച്ചുള്ള മുഴുവൻ സ്വഹാബാക്കളും പെട്ടുവെന്നാണ് നിങ്ങളുടെ ആരോപണമെങ്കിൽ നിങ്ങളുടെ ഈമാൻ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൊട്ടുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും കഅബ് എന്ന ജൂതന്റെ ഒറ്റിൽ കുടുങ്ങിയെന്നും അദ്ദേഹം ഇസ്ലാമിനെ കുതന്ത്രത്തിലൂടെ പറ്റിക്കാൻ വന്നപ്പോ അവർക്കാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നതെങ്കിൽ നിങ്ങൾ മൂമിനീങ്ങളല്ല, പച്ച കാഫിർ എന്ന് നിങ്ങളെ പ്രഖ്യാപിക്കും. അങ്ങനെ തുറന്നു പറയേ വേണ്ടുള്ളൂ. അത് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങളെ കാഫിർ എന്നു തന്നെ സുന്നി ഉലമാക്കൾ പ്രഖ്യാപിക്കും, സംശയം വേണ്ട. ഉമറുൽ ഫാറൂഖ് മുതൽ പിടിച്ച് ജൂതന്മാരുടെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താരോപണമാണിത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ലിമാകാൻ ഭാഗ്യം സിദ്ധിച്ച, റസൂലുള്ളാഹിന്റെ കാലത്തെ പുരോഹിതനായി ജീവിക്കുന്ന, അന്നേ ഉള്ള
പക്ഷെ വിശ്വസിക്കാൻ വരാൻ ഉമർ എന്നവരുടെ കാലത്ത് ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള വലിയ ഒരു പണ്ഡിതനും പഴയ വേദങ്ങളിനു കൂടി വിവരമുള്ള ഒരു മഹാനുമാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. ഈ ആരോപണക്കടോ നിങ്ങൾ ഉന്നയിച്ചാൽ മറ്റു വല്ല ക്രിസ്ത്യാനികളും ഇസ്ലാമിലേക്ക് വരാൻ പറ്റൂലാതെ ആവൂലേ? പുരോഹിതന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ നല്ലപോലെ ആദരിച്ച മതമല്ലേ ഇത്? വൈദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറാഅയുനഹും തഫീദു മിനദ്ദംഅ. നമ്മൾ 7-ാം ദിവസം നോക്കി മുസാഹിബില് ഖുർആൻ ഇറങ്ങിയത് കേട്ടാൽ കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവർ എന്ന് ഖുർആൻ വാഴ്ത്തിയത് പുരോഹിതന്മാരെയാണ്, ജൂത പുരോഹിതന്മാരെയും ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും. അപ്പൊ ജൂത ക്രിസ്ത്യൻ പുരോഹിതന്മാരിൽ നിന്ന് വന്ന എത്രയോ മഹാന്മാര് സ്വഹാബിമാരായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. കഅബുൽ അഹ്ബാർ തങ്ങൾ സ്വഹാബിയായില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ വിശ്വസിച്ചിട്ട് നബിന്റെ ഹദ്റത്തിൽ കൂടാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ട് മാത്രം. അന്ന് അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം ഷാമിൽ താമസക്കാരനാണ്. ഷാമിൽ താമസമാക്കിയ അദ്ദേഹം ഉമർ എന്നവരുടെ കാലത്തെ വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയുള്ളൂ. അതുകൊണ്ട് സാങ്കേതികമായി താബിഈ. ഇത്തരം ആളുകൾക്ക് മുഹ്ളറം എന്നാ പറയാ. മുഹദ്ദിസീങ്ങളും സ്വഹാബാത്തിനും അല്ലാത്തവരും തരംതിരിക്കുന്ന പണ്ഡിതന്മാരും അവരെ വിളിക്കുന്ന പേര് മുഹ്ളറം. നബിയുടെ കാലത്തെ ഉണ്ട്, ജാഹിലിയത്തിലും ഉണ്ട്. ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടുന്നത് സ്വഹാബത്തിന്റെ പേരിൽ വെച്ച് ഹദീസ് നിരൂപണത്തിലാണെങ്കിൽ സ്വഹാബിയാകാൻ ഭാഗ്യം കിട്ടിയില്ല. സ്വഹാബിയാകാൻ പറ്റുന്ന കാലത്തുണ്ട്, പക്ഷെ അദ്ദേഹം പിന്നീട് താബിയാകാനേ കിട്ടിയുള്ളൂ ഭാഗ്യം. എന്നാലും വലിയ സ്ഥാനം തന്നെയല്ലേ താബി ആയാലും ബുഖാരി അവരുടെ ഹദീസ് എടുക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല വിഷയം വരായിട്ട്. എന്നാൽ ഇമാം ബുഖാരി അനേകം ഹദീസിൽ അദ്ദേഹത്തെ പിടിക്കുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ തന്നെ അദ്ദേഹത്തിന്റെ ഹദീസ് ഉണ്ട്. അങ്ങനെ മുഹദ്ദിസീങ്ങൾ മുഴുവൻ ഹദീസിന്റെ കിതാബിലും ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതനായി സ്വീകരിച്ച കഅബുൽ അഹ്ബാറിനെ ലോകത്തെ ഏതെങ്കിലും ഒരു ചരിത്ര കിതാബിൽ സ്വഹാബാക്കളിൽ നിന്ന് ആരെങ്കിലും അദ്ദേഹം ജൂത കെട്ടുകഥകൾ പറയാറുണ്ടെന്നും ജൂത സിദ്ധാന്തങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ചെലവാക്കാറുണ്ടെന്നും എവിടെയെങ്കിലും ആരെങ്കിലും ആരോപിച്ചോ? ഉമർ എന്നവർക്ക് ഇഷ്ടത്തോഴനായിരുന്നു അദ്ദേഹം. എന്ത് വിവരം വന്നാലും ഉമർ മൂപ്പരോട് ചോദിക്കൂ, എന്താ കഅബ്, എന്താ കഅബ്. എന്താ ഉമറിന് പൂർവ്വവേദങ്ങൾ കേൾക്കാൻ വലിയ രസാ. പക്ഷെ കേട്ടിട്ട് മുഴുവൻ വിശ്വസിക്കൂല. പൂർവ്വവേദങ്ങളിലുള്ളത് ഖുർആനുമായിട്ടോ നബിന്റെ വാക്കുമായിട്ടോ ഒത്തു വന്നാലും വല്ലാത്ത രസാ മൂപ്പർക്ക്. ഒരു തുള്ളിച്ചാടും മൂപ്പര്. അള്ളാന്റെ വഹി അള്ളാന്റെ ഇൽമു തമ്മിൽ ഒത്തു വന്നത് കണ്ടോന്ന്. ആ മഹാന് ഇഷ്ടപ്പെട്ട കഅബുൽ അഹ്ബാറിനെ മുഹദ്ദിസീങ്ങൾ പരിചയപ്പെടുന്നത് ഞാൻ തഖ്രീബു തഹ്ദീബ് വായിക്കാം കൂട്ടണം. കഅബ് ഇബ്നു മാതിഇൽ ഹുംയരി അബൂ ഇസ്ഹാഖ് അൽ മഅറൂഫ് ബി കഅബുൽ അഹ്ബാർ. കഅബുൽ അഹ്ബാർ എന്നതുകൊണ്ട് അറിയപ്പെടുന്ന ആൾക്ക് അബൂ ഇസ്ഹാഖ് എന്നാണ് കുഞ്ഞത്ത്. ഹിമ്യർ ഗോത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ ബാപ്പ മാത്തിയാണ്. കഅബ് സിഖത്താണ് അദ്ദേഹം. സിഖത്തു എന്ന് പറഞ്ഞാൽ ഹദീസിൽ ഇത്ര വിശ്വസിക്കാൻ പറ്റുന്ന വാക്കിത്ര സ്വീകരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഏറ്റവും പരമാവധി നൽകുന്ന വാക്കാ സിഖ. ഞാൻ അപ്പുറം പറയാനല്ലോ സിഖത്ത് എന്ന് മാത്രമല്ല മിനസാനിയ, രണ്ടാം മർത്തബയിലും രണ്ടാം തൊബക്കയിലും പെട്ടവരാണ്. വ്യക്തമാക്കി പറ മുഹ്ളറമാണ് എന്ന് വെച്ചാൽ സ്വഹാബത്തിന്റെ കാലത്തുണ്ട്, പക്ഷെ താബിഈങ്ങളിലെ പെടാൻ കിട്ടിയിട്ടുള്ളൂ, സുഹബത്ത് കിട്ടിയിട്ടില്ല. അദ്ദേഹമാണ്. യമൻ ഫസക്കന സാമ, യമൻകാരനായിരുന്നു. ഹിമ്യർ ഗോത്രം യമനിലാണ്. പിന്നെ സാഗമിൽ താമസാക്കിയതാ. മാതഫി ഖിലാഫത്തി ഉസ്മാൻ എന്നവരുടെ ഖിലാഫത്തിലാണ് മരണപ്പെട്ടത്. വഖദ് സാദ അലൽ മിആ, 100-ലപ്പുറം വയസ്സുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹദീസുകൾ പറയാണ്. ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു റിപ്പോർട്ടില്ല, മുസ്ലിമിൽ അദ്ദേഹത്തിന്റെ റിവായത്ത് ഉണ്ട് എന്ന് വിവരിക്കുകയാണ് തഖ്രീബു തഹ്ദീബ് 430 പേജ്. ഇബ്നു ഹജറിൽ അസ്കലാനി അദ്ദേഹത്തെ വിവരിക്കുന്നത് ഇങ്ങനെ. ഏത് ചരിത്ര പണ്ഡിതനും ഇങ്ങനെ വിവരിക്കുന്നത്? അദ്ദേഹം വേദങ്ങൾ പറയുന്നത് കേൾക്കുമ്പം തന്നെ ഇമാം ബുഖാരി തന്നെ നിവേദനം ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. മുൻകാലത്തെ വേദങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായ ഹദീസുകളിലും വിവരങ്ങളിലും ഏറ്റവും സത്യം പറയുന്ന പരമസത്യവാനായിരുന്നു കഅബ്. അങ്ങനത്തെ പുരോഹിതന്മാർ വിശ്വസിച്ചാലും നമ്മളെക്കാളും കൂലിയ. യൂത്തിക്കും കിഫ്ലൈൻ ഖുർആൻ പറയുന്നതാ, 2 വിധത്തിൽ നിങ്ങൾക്ക് കൂലി കിട്ടും. പണ്ട് പുരോഹിതനായി നിങ്ങളുടെ മതം വിശ്വസിച്ച കൂലിയും ഇസ്ലാമിൽ കൂടെ വന്ന കൂലിയും കിട്ടും. ആ 2 കൂലി കിട്ടുന്ന കഅബനെ കൊണ്ടുപോയിട്ട് ഇസ്ലാം മതത്തിൽ വന്നതിന്റെ പേരിൽ ജൂത പുരോഹിതനെന്നും ജൂതൻ ഒറ്റുകൊടുക്കാൻ വന്നതെന്നും ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടിയിട്ട് ഒറ്റുകാരന്റെ വേഷത്തിൽ വന്ന ആള് എന്നും പറയുന്നത് സ്വഹാബത്തിനെ മുഴുവൻ അപഹസിക്കലും അപമാനിക്കലുമാണ്. അക്കാര്യം വ്യക്തമായ രീതിയിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ചെയ്യേണ്ട പണി ഈ സമുദായത്തിന് അറിയാം എന്ന് വെച്ചാല് നിങ്ങളെ വിധിക്കേണ്ട പണി, നിങ്ങളെ പറ്റി പറയേണ്ടത് എന്താന്ന് ഈ സമുദായത്തിന് അറിയാന്നാ പറഞ്ഞേ. ഇപ്പൊ കഅബുൽ അഹ്ബാറിന്റെ ഹദീസ് പറഞ്ഞപ്പോ മോശം. റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹദീസിൽ പറഞ്ഞ മുഴുവൻ സംഭവങ്ങളിലും
അള്ളാന്റെ റസൂലുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന കാലത്ത് നബിയുടെ പ്രസവത്തിന്റെ സമയത്ത് ആമിന ബീവി കണ്ടതാണ് അയിത്ത ഒന്ന്. ആമിന ബീവി കണ്ട കഥകളൊക്കെ കാബുൽ അഹ്ബാർ പറഞ്ഞ അതേ രീതിയിൽ ആമിന ബീവി കണ്ടത് ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. ഹാക്കിം തന്റെ മുസ്തദറക്കിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. കഅബനെ തൊട്ടല്ല, ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, നമ്മളെ സ്വഹാബി വര്യൻ. അപ്പൊ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നമ്മളുടെ അഹ്മദിലും മുസ്തദറക്കിലും ഇബ്നു ഹിബ്ബാനിലും നിവേദനം ചെയ്ത ഹദീസ് മാത്രമാണ് കഅബ് പറഞ്ഞ ആ പ്രസവ സമയത്ത് കണ്ട കിനാവ്. ബുസ്റ പട്ടണം കണ്ടു എന്നറിഞ്ഞില്ലേ ആ കിനാവ്. അതിൽ മാത്രമല്ല, ബുഖാരി മുസ്ലിമിൽ വരെ അതിനെ സാധൂകരിക്കുന്ന വാക്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും. എല്ലാവരും ഒന്ന് അന ദഅവത്തു അബി ഇബ്രാഹിം വബിശാറത്തു അഖി ഈസാ വറുഇയാ ഉമ്മി, എന്റെ ഉമ്മ കണ്ട കിനാവിന്റെയും സാക്ഷാത്കാരമാകുന്നു ഞാനെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈസാ നബി എന്നെ കുറിച്ച് പൊലി പറയിച്ചിട്ടുണ്ട്, ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ ബാപ്പ ഇബ്രാഹിം എനിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഹദീസ് പറയാത്ത വഹാബിണ്ടോ? ഈ ഹദീസും വിശ്വസിക്കൂല എന്ന് വെച്ചാൽ ഖുർആനും നിരാകരിക്കലാകും. മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, ആ ബിശാറത്തും റബ്ബനാ ഉബ്അഥ് ഫീഹിം റസൂലൻ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും അതോടൊപ്പം റുഇയാ ഉമ്മി, എന്റെ ഉമ്മ ബുസ്റ പട്ടണം ഞാനിങ്ങ് ജനിക്കുന്ന നേരത്ത്, ഞാൻ ജനിക്കുമ്പോ എന്റെ കൂടെ ഒരു പ്രകാശം ഒരു ശൃംഖലയായി വന്നിട്ട് ആ പ്രകാശത്തിൽ ബുസ്റ നഗരം വരെ ലോകം മുഴുക്ക കണ്ടതായി എന്റെ ഉമ്മ കണ്ട സ്വപ്നവും എന്നിലൂടെ സാക്ഷാത്കൃതമായെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. തങ്ങൾ പറഞ്ഞ ഈ സ്വപ്നം വിവരിച്ചതിന് തങ്ങളോട് അസൂയുള്ളവർക്കല്ലാതെ ആർക്കാ കൂട്ടരെ പ്രയാസം തോന്നുക? പുന്നാര നബിയോട് അസൂയല്ലോൾക്കല്ലാതെ ആർക്കാ പ്രയാസം തോന്നുക? ഇത് പറഞ്ഞിനാ കാബുൽ അഹ്ബാറിനെ പറയുന്നത്. ഒന്നതാണ്. രണ്ടാമതുള്ളത് മഖ്തൂനെന്ന, അതായത് നബിന്റെ മാർക്ക് കല്യാണം കഴിച്ചിട്ടാണ് പ്രസവം നടന്നത് അതിലുള്ളത് വിഷയം ഞാൻ പറയുന്നു. മൗലൂദ് നിങ്ങൾ നോക്കിക്കോളി, ആ മൗലൂദ് നോക്കിയാൽ കാണാം. മഖ്തൂനായി പ്രസവിച്ചത് മുതവാത്തിറായി സ്ഥിരപ്പെട്ട സംഭവമാണെന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു പറയുന്നു. മുതവാത്തിർ, അത്ര റിപ്പോർട്ടുണ്ട് എന്നർത്ഥം. നിഷേധിച്ച കാഫിറാകുന്നത് ആ മുതവാത്തിർ. ആ വിധം ഹദീസുകൾ റിവായത്തുണ്ട് ആ വിഷയം എന്നാണ്. പിന്നെ കാബുൽ അഹ്ബാറിന്റെ ഹദീസിലുള്ള മുദ്രണം നടന്നു എന്നാണ്. പ്രസവ സമയത്ത് തന്നെ മുദ്രണം ചെയ്തു ഖാത്തമുൻ നുബുവ. ആ ഖാത്തമുൻ നുബുവത്ത് അതേ പ്രകാരം മുദ്രണം ചെയ്തത് അബൂ നുഐമ്, ബൈഹഖി, അഹ്മദ് മറ്റെല്ലാവരും നിവേദനം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ടുള്ള മറ്റെല്ലാ സംഭവങ്ങളും ഉള്ളത് ഹാക്കിം തന്റെ ഇഖ്ലിയിലും ബൈഹഖി തന്റെ ദലായിലുൻ നുബുവയിലും അബൂ നുഐം തന്റെ ദലായിലുൻ നുബുവയിലും നൈസാബൂരി തന്റെ ശറഫുൽ മുസ്തഫായിലും ഖാദി ഇയാദ് തന്റെ ശിഫായിലും വിവരിക്കപ്പെട്ടിട്ടുള്ള സുന്ദരമായ വിവരങ്ങളല്ലാതെ മറ്റൊന്നും അതിലില്ല. ഇപ്പൊ റവാകാബുൽ അഹ്ബാരി എന്നൊരു പ്രസിദ്ധമായ ഹദീസിന്റെ കിതാബുകളിൽ മുഴുവൻ വിവരിച്ചിട്ടുള്ള സംഭവേയിലുള്ളൂ, ബാക്കി ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് അതും പോരെ, ഞങ്ങൾ ഈ പറയുന്നതൊക്കെ കല്ല് വെച്ച കഥകള്, കെട്ടിച്ചമച്ച കഥകള്, ഭാവങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കിയ പുരാണ കഥകൾക്ക് സമാനമായ കഥകൾ നമ്മൾ മുത്താര നബിക്ക് വേണ്ടിയിട്ട് മെനഞ്ഞുണ്ടാക്കി എന്നാ പറയുന്നത്. ഇവരൊക്കെ ഈ മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിച്ച റാവികളൊക്കെ ആ റിപ്പോർട്ടർമാരുടേത് കേട്ട് പഠിച്ചു വന്ന എല്ലാ മുഹദ്ദിഥീങ്ങളും ഉലമാക്കളും ഒക്കെ കെട്ടിച്ചൂപ്പുണ്ടാക്കിയെന്നോ. ഞാൻ അന്നത്തെ നമ്മളെ മങ്കൂസ മൗലൂദിലെ ഒരുവിധം വരികളൊക്കെ ഉള്ളത് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഏതാനും ഈരടികൾ ചൊല്ലാം. ഇമാം സഖാവി ഉദ്ധരിക്കുന്ന ഹാഫിദ് ഇബ്നു ഹജർ. ഇനി ഏതാനും ഇതിൽ കൂട്ടേണ്ടതെന്ന് കൂട്ടിക്കോളിങ്ങൾ. എന്താ ഈ ഹദീസിലുള്ളത് എന്ന്? ദുൽമുഅ്ജിസാത്തിൽ ബാഹിറാത്തി ഫസൽ ബിഹി നതഖൽ ഹസാ വബഹായിമൻ ഖദ് കല്ലമു ഹുഫിളത് ലിമൗലിദിഹി السما واستبشرت فالماردون بشهبها قد رجموا وبه الشياطين رعدت واستيأست كهانها من علم غيب يقدم إيوان كسرا شق ثم تساقطت شرفاته بل كاد رعبا يهدم والماء غال ونار صاوت أخمدت من بعد ما كانت تشب وتضرم هذا وآمنة رأت نارا لها بصرى أضاءت والدياجي تظلم وبليلة الإسراء سرى بجسمه وبليلة الإسراء سرى بجسمه والروح جبريل المطهر يخدم صلى بأملاك السماء والأنبياء وله عليهم دفعة وتقدم
وعلى إلى أن حاز قصاويتي للغير لا ترجى ولا تتوهم ولقاب قوسين اعتلى لما دنا أو كان أدنى والمهيمن أعلموا. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മങ്കൂസ് മൗലിദിൽ തുടർന്നുള്ള റിപ്പോർട്ടിൽ പറയുന്ന അതിശയങ്ങളിൽ എന്തൊക്കെയുണ്ടോ, തുടർന്നുള്ള ബെയ്ത്തുകളിൽ പാടുന്ന എന്തൊക്കെ വിഷയമുണ്ടോ, അത് മുഴുവൻ ഇവിടെ ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരിക്ക് പ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരിയുടെ കർത്താവ് 150-ൽ പരം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയെന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, മാതൃകാ ശിഷ്യൻ ഇമാം സഖാവി അവർകൾ വിവരിക്കുന്ന മഹാൻ 2 ലക്ഷത്തിൽ പരം ഹദീസുകൾ അദ്ദേഹത്തിന് മനപ്പാഠമുണ്ടായിരുന്നുവെന്ന് ഹാഫിദുദ് ദുനിയ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ പ്രഖ്യാപിച്ച മഹാൻ. അത്തരം ഹദീസുകൾ മുഴുവൻ പരതിയിട്ട് കടഞ്ഞെടുത്തിട്ട് പുന്നാര നബിയെ മദ്ഹ് ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ച ഇതിൽ കവിഞ്ഞ ഒരൊറ്റ കാര്യവും മങ്കൂസ് മൗലിദിലില്ല കൂട്ടരെ. ഇതിലെല്ലാം ഉണ്ട്. ഏത്? കിസ്റാന്റെ കൊട്ടാരം പൊട്ടിയത്, സാവാ തടാകം വരണ്ടത്, കിസ്റായുടെ നാറ് പോലെ കിസ്റായുടെ കൊട്ടാരം പൊട്ടിയത്, അവരുടെ ഗോപുരം പൊളിഞ്ഞത്, ടാറാതാം പറ്റിയത്, സാവയിലെ തീയ് കെട്ടത്, പേർഷ്യക്കാരുടെ തീയ് കെട്ടത്, ആമിന ബീവി സ്വപ്നം കണ്ടത്, പിശാചുക്കളെ ചെങ്കോലെറിഞ്ഞത്, ആകാശത്ത് ബന്ദവസ്തുണ്ടാക്കിയത്, മുഴുവൻ ഇതിൽ വിവരിച്ചു. മുഴുവൻ വിരിച്ചിട്ട് നമ്മളെ മാതിരി ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവർകൾ പോയി നോക്കി, യാ സയ്യിദർ റുസുലില്ലദീ ആയാതുഹു ലാ തൻഖലി അബദൻ വലാ തതസറമു യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി എന്ന് നമ്മൾ പറഞ്ഞ ശൈലിയിൽ പുന്നാര നബിയെ മദ്ഹ് ചെയ്തിട്ട് അതിന്റെ ഏറ്റവും നല്ല മാക്സിമം സ്ഥാനത്ത് അതിന്റെ ക്ലൈമാക്സിൽ എത്തിയപ്പോ നബിയെ വിളിച്ചിട്ട് ഇബ്നു ഹജർ യാ സയ്യിദർ റുസുൽ, മുർസലീങ്ങളുടെ നേതാവായിട്ടുള്ള നബിയെ, അല്ലദീ ആയാതുഹു ലാ തൻഖലി അബദൻ വലാ തതസറമു, അവിടുത്തെ മുഅ്ജിസത്തുകളും ദൃഷ്ടാന്തങ്ങളും മുറിയൂല, തീരൂല, ഇങ്ങനെ തുടർന്ന് ഇന്നും മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നബിയെ, മാദാ യഖൂലുൽ മാദിഹൂന വമദ്ഹുകും ഫളിലൻ ബിഹി നതഖൽ കിതാബുൽ മുഹ്കമു. അങ്ങേ ഇനി ആർക്കെന്ത് പ്രകീർത്തിക്കാൻ കഴിയും? എന്ത് പറയാനാണ് പ്രകീർത്തനക്കാരും അങ്ങേ പ്രകീർത്തിക്കുന്നവരും? ഖുർആനല്ലേ അങ്ങേ പ്രകീർത്തിച്ചിരിക്കുന്നു. അൽ മുഅ്ജിസുൽ ബാഖി വഇൻ ത്വാലൽ മദാ വലിയബ്ലഗിൽ ബുലഗാഇ ഫഹുവൽ മുഹ്കിമു എന്നൊന്നും ശേഷിക്കുന്ന മുഅ്ജിസായ ഖുർആൻ അങ്ങേ പ്രകീർത്തിച്ചില്ലേ? ഈ ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയെയും അദ്ദേഹത്തിന്റെ ഹദീസ് നിരൂപണത്തെയും നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ മൂപ്പര തക്രീബും തഹദീബും അല്ലടോ റാവികളെ പറയാൻ ഉദ്ധരിക്കുള്ളൂ. റാവികളെ പറയാൻ നിങ്ങൾക്ക് ഇബ്നു ഹജറിന്റെ തക്രീബും തഹദീബും അല്ലാതെ അതിലപ്പുറം ഒരു കിതാബ് ഏതാണ്? അദ്ദേഹത്തിന്റെ മീസാൻ, അദ്ദേഹത്തിന്റെ തഹദീബ്, അദ്ദേഹത്തിന്റെ തക്രീബ്, ഇതിനപ്പുറമുള്ളത് അവലംബിക്കാൻ നിങ്ങൾക്ക് വല്ല മുഹദ്ദിസിനെയും പറ്റി വേറെ കിട്ടുമോ കിതാബ്? ശേഷം വന്നവർക്കൊക്കെയും അവലംബം അദ്ദേഹമല്ലേ? അങ്ങനെയുള്ള മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞ എല്ലാ വിവരങ്ങളുമേ മങ്കൂസ് മൗലിദിലുള്ളൂ, വേറെ ഒന്നും മങ്കൂസ് മൗലിദിലില്ല. ഇത് അദ്ദേഹത്തിന്റെ കിതാബ് വളരെ കൃത്യമായി അദ്ദേഹം ദീവാൻ ഇബ്നു ഹജർ അച്ചടിണ്ട്, ദീവാൻ ഇബ്നു ഹജറിലെ അച്ചടിയുണ്ട്. ഇത് മഹാനായ ഇമാം സഖാവി അവർകൾ അതിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. ഇന്നും അച്ചടിയുള്ള ഗ്രന്ഥാണിത്. ആ ദീവാനിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഇതേ മങ്കൂസ് മൗലിദിലുള്ളൂ. ഇനി മങ്കൂസ് മൗലിദിൽ എന്താ ഉള്ളത്? ഇനി ഒരൊറ്റ ഹദീസാ പറയാം, പിന്നെ തൊട്ടുള്ള ഹദീസ് ഖാലബിനു ഇസ്ഹാഖ. അത് പറച്ചില്ലെന്നുണ്ടല്ലോ, ഖാലബിനു ഇസ്ഹാഖ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ തങ്ങൾ പറഞ്ഞു, ലമ്മാ കാനൽ മുസാബിഹു ദബഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്, 7-ാം ദിവസം മുടി കളഞ്ഞതും ആക്കിയ കഥയാ. 7-ാം ദിവസം മുടി കളഞ്ഞ ആ കഥ ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞത് ഇബ്നു അബ്ദുൽ ബറു നോയിക്കോ. ഇബ്നു അബ്ദുൽ ബറുലും അതേമാതിരി ഉണ്ട്. ഇനി മങ്കൂസ് മൗലിദിന്റെ മേലെ കയറണ്ട. ഇബ്നു ഇസ്ഹാഖ് തന്നെ പോരടോ. ഇബ്നു ഇസ്ഹാഖ് താബിയങ്ങളിൽപ്പെട്ട മഹാനല്ലേ? അള്ളാന്റെ റസൂലിനെ പറ്റി വന്ന എല്ലാ വ്യക്തിത്വം സംബന്ധിച്ച ഹദീസുകളുടെയും മഗാസി സംബന്ധിച്ച ഹദീസുകളുടെയും നബിന്റെ ചരിത്രവും സീറയും സംബന്ധിച്ച ഹദീസുകളുടെയും അവലംബം മാക്സിമം ചെന്നാൽ ഇബ്നു ഇസ്ഹാഖ് തങ്ങളാ. ഇബ്നു ഇസ്ഹാഖിന്റെ അപ്പുറത്ത് സീറ ഇതുപോലെ ഉറുവത്തുള്ളൂ, ഉറുവ. ആ ഉറുവന്റെ കൂടെയുള്ളത് പിന്നെ മൂസബിന് ഉഖബത്തുള്ളൂ. ആ മൂസബിന് ഉഖബത്ത് ഉറുവ പോലുള്ളവർ കഴിഞ്ഞാൽ ഇന്നത്തെ മുഴുവൻ സീറകളുടെയും അവലംബം ഇബ്നു ഇസ്ഹാഖ്. ആ ഇബ്നു ഇസ്ഹാഖ് പ്രസ്താവിച്ചു എന്ന് അങ്ങനെ തന്നെ ഇബ്നു അബ്ദുൽ ബർ നോക്ക്. ഇബ്നു അബ്ദുൽ ബർ ബിൻ ചെയ്ത ഹദീസാണത്. അതാണ് മങ്കൂസ് മൗലിദിലുള്ളത്. പിന്നെ എന്താ അത് പിന്നെ ഖാല അലി ഇബ്നു സൈദ് അല്ലേ? ഖാല അലി ഇബ്നു സൈദ് എന്ന് പറഞ്ഞാലുള്ളൂ. ഖാല അലി ഇബ്നു സൈദ് എന്ന് പറഞ്ഞോടുകൂടെ തീർന്ന്. അലി ഇബ്നു സൈദ് എന്ന് പറയുന്ന ആള് താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് എന്നും അദ്ദേഹം ആരാണെന്നും
തക്രീബു തഹ്ദീബ് നോക്കി, അലി ഇബ്നു സെയ്ദ്. ഈ അലി ഇബ്നു സെയ്ദ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം പറഞ്ഞ എന്താ വിഷയം? കാനയിലാ ജാനബി റജുലുൻ ദിമ്മിയുൻ, എന്റെ അലോകക്കാരൻ ഒരു അമുസ്ലിമായ ആൾ വാർത്തിയിരുന്നു. അഹ്ലി കിതാബിക്കാരനായ ഒരു മുസ്ലിം എന്റെ അലോകത്ത് വാർത്തിയിരുന്നു. ഞാൻ മൗലൂദ് വെച്ചുമ്പോഴൊക്കെ അയാൾ എന്നെ പരിഹസിക്കും. അങ്ങനെ മൗലൂദിന് കൂടിയിട്ട് അയാൾ കിനാ കണ്ടു റസൂലുള്ളാനെ, ഞാനും കിനാ കണ്ടു റസൂലുള്ളാനെ. അയാൾ റസൂലുള്ളാനെ കിനാ കണ്ട് തങ്ങളെ കയ്യ് മുത്താൻ വേണ്ടി ചെന്നപ്പോ എന്റെ ദീനിന്റെ മേലിലല്ലാതെ എന്റെ മൗലൂദ് കഴിക്കണമല്ല ആക്ഷേപിക്കുന്ന നീ എന്റെ കയ്യ് മുത്താൻ പറ്റാന്ന് തങ്ങൾ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് വലിയ സംഗതിയായിപ്പോയി. പിന്നീട് കണ്ടുകിണ് അയാൾ വിശ്വസിച്ചു വരുന്നത്, അയാളെ ഭാര്യയും വിശ്വസിച്ചു, അയാളുടെ കുടുംബവും വിശ്വസിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കഥ. ഇതൊരു സംഭവ കഥ, അലി ഇബ്നു സെയ്ദിന്റെ ഒരു അനുഭവ കഥ. അലി ഇബ്നു സെയ്ദ് എന്ന് പറഞ്ഞ ഒരാൾ ചരിത്രത്തിൽ ഇല്ലെങ്കിലല്ലേ ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടുള്ളൂ. അലി ഇബ്നു സെയ്ദ് എന്ന് പറഞ്ഞ ഒരാൾ ചരിത്രത്തിൽ ഇല്ലെങ്കിൽ, അലി ഇബ്നു സെയ്ദ് എന്ന ആൾ താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് അനുഭവ കഥകൾ വിവരിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പലതും സീറകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അലി ഇബ്നു സെയ്ദ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കഥ വിവരിച്ചപ്പോൾ റസൂലുള്ളാന്റെ മൗലിദിൽ കൂടിയതിന്റെ പേരിൽ ഒരാൾ മുസ്ലിമായതും അങ്ങനെ മുസ്ലിമാകാൻ വേണ്ടിയിട്ട് ഇടയാക്കിയതുമായ മൗലിദിന്റെ സംഭവവും പറഞ്ഞ് മങ്കൂസ് മൗലിദുകാരൻ തന്റെ മൗലിദ് അവസാനിപ്പിച്ചു. പിന്നെ കൊടുത്ത ബെയ്ത്ത് അഹ്യാ റബീ അൽ ഖൽബി എന്നത് അപ്പാടെ, ഞാൻ അതിൽ എന്ത് ഇസ്തിഗാസ ഉണ്ടെങ്കിലും ആ ബെയ്ത്ത് അപ്പാടെ വസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ബെയ്ത്താണ്. ഇമാം വസ്സാലിയുടെ ബെയ്ത്ത്. ഇമാം വസ്സാലിയുടെ ബെയ്ത്തിലെ യാ സയ്യിദ സാദാത്തി എന്ന ഭാഗം ഇമാം അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിൽ നിന്നും അവസാനം ഉദ്ധരിച്ചിട്ടുള്ള ഇഖ്തിബാസ് ചെയ്തിട്ടുള്ള വാക്യമാണ്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒന്നും മങ്കൂസ് മൗലിദിൽ വേറല്ല, മുൻഗാമികൾ പറയാത്ത, ഉദ്ധരിക്കുന്നവർ പറയാത്ത. ഇതാണ് മങ്കൂസ് മൗലിദ്. ഈ മങ്കൂസ് മൗലിദില് മുൻകഴിഞ്ഞ ചരിത്രകാരന്മാരും മുൻകഴിഞ്ഞ മുഹദ്ദിസീങ്ങളും മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും എല്ലാ മഹാന്മാരും പറഞ്ഞതിന്റെ പേരിൽ ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെക്കുന്നു എന്നാ പ്രബോധനം എഴുതിയത്. അലി ഇബ്നു സെയ്ദിന്റെ ഈ സംഭവം ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് എന്താ പോലും ഇസ്ലാം മനസ്സിലാക്കിയത്. അലി ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന ആള് മൗലൂദ് കഴിച്ചിട്ട് അത് കണ്ട് കിനാ കണ്ട ഒരാൾ മുസ്ലിമായ കഥ കൊണ്ട് ഇസ്ലാമിന്റെ കടക്ക കത്തിവെക്കണു. എന്തായി പറയുന്നത്? ഇസ്ലാമിന്റെ എന്ത് കടക്കല്? കടക്കൽ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, അതായത് കടക്കൽ കത്തി വെക്കുന്നു. ഇസ്ലാമിന്റെ മൗലിക തത്വങ്ങൾക്ക് എന്ത് എതിരാണ് ഒരാൾ മൗലൂദ് കഴിച്ച കഥയില്? ആ മൗലൂദ് കഴിച്ചതിന്റെ പേരിൽ ഒരു അമുസ്ലിം കിനാ കണ്ടിട്ട് നബിനെ കിനാ കണ്ട് മുസ്ലിമായി എന്നതിൽ എന്താ ഇസ്ലാമിന്റെ കടക്കൽ കത്തിയൊക്കെ ആ സംഭവം ഉള്ളത്? വല്ല വിധി അതിൽ പറഞ്ഞോ? ഇസ്ലാമിന്റെ മൗലിക വിശ്വാസത്തിന് എതിര് വല്ലതും പറഞ്ഞോ? ഇതാണ് ആരോപകന്മാരുടെ നില. സ്ഥിതി അറിയാതെ, കഥയറിയാതെ, മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ആളുകൾ ആരാണ് എന്ന് ചിന്തിക്കാതെ വെറുതെ കല്ല് വെച്ച നിർമ്മിച്ച വെറും നുണകൾ പറഞ്ഞ് മങ്കൂസ് മൗലിദിന്റെ കർത്താവിനെയും അത് ഏറ്റുചൊല്ലുന്നവരെയും പരമ്പരാഗതമായി ഇന്നുവരെ കേരളത്തിൽ കൊണ്ടു നടന്നവരെയും മുഴുവൻ ആക്ഷേപിക്കുന്നവർക്ക് പാരമ്പര്യത്തെ അധിക്ഷേപിക്കാം, പരമ്പരാഗതമായി കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെ അധിക്ഷേപിക്കാം. പക്ഷേ ഇസ്ലാമിനെ നിങ്ങൾക്ക് തന്ന, ഈമാനെ നിങ്ങൾക്ക് കൈമാറിയ ബഹുമാനപ്പെട്ട ഇമ്മത്തുകളെ അവമതിക്കുന്നതിലേക്ക് വിഷയമെത്തിയാൽ ഗൗരവതരമാണെന്ന് മാത്രം പ്രത്യേകം അവർ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മങ്കൂസ് മൗലിദ് പോലുള്ള മൗലിദുകളും മറ്റു മൗലിദുകളും മഹാന്മാരും ഇമ്മത്തുകളും പഠിപ്പിച്ചു എന്ന രീതിയിൽ തന്നെ ചൊല്ലാനും പഠിക്കാനും ഓതി വരാനുമുള്ള എല്ലാ സൗഭാഗ്യവും തൗഫീഖും അല്ലാഹു നൽകുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ചോദ്യോത്തര വേളയിലേക്ക് കടക്കുകയാണ്. അത് സംബന്ധമായ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയം മങ്കൂസ് മൗലിദ് എന്നാണ്. സർവ്വസാധാരണമായും IDF-ന്റെ നേർക്കുനേർ പരിപാടികളിൽ ഞങ്ങൾ നിർദ്ദേശം വെക്കാറുണ്ട്, വിഷയസംബന്ധമായിട്ടായി മാത്രമായിരിക്കണം ചോദ്യമെന്ന്. ചോദ്യങ്ങൾ വേറെ രംഗത്തിലാകുന്നത് കൊണ്ട്, മറ്റ് തടസ്സങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല, അവതരിപ്പിക്കപ്പെട്ട വിഷയം കൂടുതൽ സജീവമാകണമെന്നതുകൊണ്ടും അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങണം എന്നതുകൊണ്ടും അത് പരമാവധി വിശാലമാക്കാവുന്നിടത്തോളം വിശാലമാക്കണം എന്നതുകൊണ്ടുമാണ് വിഷയത്തിൽ ഒതുങ്ങി നിന്ന് ചോദ്യം ചോദിക്കണമെന്ന് പറയാൻ കാരണം. ഉസ്താദ് ഇവിടെ പ്രസംഗത്തിന്റെ ഇടയിൽ സൂചിപ്പിച്ചു, ഇത്തരം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും എതിർക്കുന്ന ആളുകളുമായി നേരിട്ടൊന്ന് സന്ധിക്കാനുള്ള ആഗ്രഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ട് സാധ്യമാകാതെ പോയത്.
ഇനിയെങ്കിലും ഈ ശബ്ദം വീക്ഷിക്കുന്നവരിൽ ആരെങ്കിലും അത്തരക്കാരുണ്ടെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷ IDF-ന്റെ മെമ്പർമാർ പ്രതീക്ഷിക്കുകയാണ്. ഏതായിരുന്നാലും ഇന്നത്തെ ഈ വിഷയത്തിൽ മങ്കൂസ് മൗലിദ് എന്ന വിഷയവും അതോടനുബന്ധിച്ച് മൗലിദുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഇവിടെ ചർച്ച ചെയ്തത്. ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കണം ചോദ്യമെന്ന് ആദ്യമായി അറിയിക്കുകയാണ്. മറ്റൊന്ന്, സാധാരണ നടക്കുന്ന മുഖാമുഖം രീതിയിലല്ലല്ലോ നേർക്കുനേർ പരിപാടി നടക്കുന്നത് എന്ന് അനുഭവിച്ചവർക്കറിയാം. നേരിട്ട് ചോദ്യകർത്താവിൻ്റെ കയ്യിൽ മൈക്ക് നൽകി ചോദ്യം ഉന്നയിച്ച് ചോദ്യത്തിൽ വരുന്ന മറുചോദ്യങ്ങളും സംശയങ്ങളും വീണ്ടും വീണ്ടും ചോദിച്ച് വിഷയങ്ങൾ ശരിക്കും ബോധ്യപ്പെടാനും അവസരം നൽകുന്ന രീതിയിലുള്ള പരിപാടി ആയതുകൊണ്ടാണ് ഇതിനിക്ക് പേര് തന്നെ നേർക്കുനേർ എന്ന് നൽകാൻ തന്നെ കാരണം. നമുക്ക് അസറിൻ്റെ മുമ്പ് ഭക്ഷണവും നമസ്കാരവും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനും കൂടെയുള്ള സമയം കണ്ട് പിരിയേണ്ടതുണ്ട്. എന്നാലും പരമാവധി സമയം അനുവദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സദസ്യരുടെ ആഗ്രഹം പോലെ സംശയം ഉള്ള ആളുകൾ താൻ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് എണീറ്റ് നിന്നാൽ സംഘാടകർ മൈക്കുമായി നിങ്ങളെ സമീപിക്കും. അങ്ങനെ വേണം ചോദ്യം ഉന്നയിക്കാനെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒന്നും കൂടെ, സാധാരണഗതിയിലുള്ള മുഖാമുഖങ്ങളിലുള്ളതുപോലെ ചോദ്യം ഉന്നയിച്ച ആൾ ചോദ്യം ചോദിച്ച് ഇരിക്കുന്ന രീതി അല്ല ഞങ്ങളിത്. വീണ്ടും വീണ്ടും നേർക്കുനേരുള്ളത് കൊണ്ട് ചോദ്യം ചോദിച്ച ആളുടെ മറുപടി കഴിയുന്നത് വരെ ആള് നിന്ന് സഹകരിച്ചു തരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, മേൽഭാഗത്തുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. ചോദ്യങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർ പലവരും ഉണ്ടാകും. അങ്ങോട്ട് മൈക്കുമായി എത്താനും ആ ഉള്ളിലേക്ക് കടന്നു വരാനുമുള്ള പ്രയാസം കണക്കിലെടുത്ത് ചോദ്യങ്ങൾ ആഗ്രഹിക്കുന്ന മാന്യ സഹോദരങ്ങൾ താഴെ വന്ന് ഞങ്ങളുമായി സഹകരിക്കണമെന്നും സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ചോദ്യോത്തര വേളയിലേക്ക് കടക്കുകയാണ്. മൗലിദുകൾ ഓതി അർത്ഥമറിയാതെ ഓതിയാൽ കൂലി കിട്ടുകയില്ല എന്ന ഒരു വാദമുണ്ടല്ലോ, അതിനെപ്പറ്റി വിശദീകരിച്ചാൽ കൊള്ളാം. കൂലി സവാബ് കിട്ടുകയില്ല അങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി സംശയമുണ്ട്. നമ്മളെ മൗലിദിനെ സംബന്ധിച്ച് പറയുന്ന നമ്മളെ ഉലമാക്കളൊക്കെ പറയല് പുന്നാരൻ നബിനെ പ്രകീർത്തിക്കുന്ന ഒരു ദിക്റാണ്. ദിക്റിന് അർത്ഥം അറിയേണ്ടതില്ല കൂലിട്ടാനെന്നുള്ളത് സുസമ്മതമായ അഭിപ്രായമല്ല, എല്ലാവർക്കും അറിയുന്ന അഭിപ്രായമല്ലോ, തർക്കത്തിന് ഇടല്ല. ഖുർആനില്ലാത്തതൊന്നും അർത്ഥമറിയാതെ കൂലിയാ കിട്ടൂലെന്ന് ഇല്ലേ? അത് നമ്മളെ മൂല്യന്മാരാരും പറയണില്ലല്ലോ. ഇല്ല, നമ്മളെ മൂല്യന്മാർ ഇമാമിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. ഞാൻ നിസ്കാരത്തിലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അദീം പോലത്തെ അർത്ഥറാതെ ചെല്ലാ കൂലിട്ടൂലെന്ന് പറയും. അപ്പോൾ ഒരു നബിതങ്ങളുടെ മദ്ഹാണെന്ന് അറിഞ്ഞാൽ മതി. നബിതങ്ങളുടെ മദ്ഹാണ് നമ്മൾ മങ്കൂസ് മൗലിദിൽ ഇർതകബതു അലൽ ഖതാ വൈറാസിരിൻ വഅദാദ് ലാകാസ്കു ഫിഹിയ സയ്യിദി ഖൈറൻ നബി. ഈ ബൈത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് ദോഷം പൊറുക്കാൻ വേണ്ടി പരാതിപ്പെടുന്നു. അതിന് തെളിവായി അധിക പണ്ഡിതന്മാരും വൈദാ ഖില ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറുൻ എന്ന ആയത്ത് ഓതലുണ്ട്. ബൈത്തിൽ പറഞ്ഞത് നേരിട്ട് ചെന്ന് പറയലാണ്. വൈദാ ഖില ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി പറഞ്ഞിട്ട് മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് പൊറുക്കലിനെ തേടും എന്നാണ്. അവിടെ നേരിട്ട് നമ്മൾ പറയാ എന്നുള്ളല്ലോ. അപ്പോൾ ഈ ആയത്ത് അതിന് തെളിവാകുന്നത് ഏത് നിലക്കാണ്? സംശയം. അള്ളാഹിന്റെ റസൂല് നിങ്ങളോട് പൊറുക്കലിനെ തേടുന്നാണ് അങ്ങനെ ചിലർ പറയലും ചോദിക്കലുണ്ട്. അപ്പൊ റസൂലുള്ള പൊറുക്കലിനെ തേടും, നമ്മൾ നബിയോട് ചെന്ന് പൊറുക്കലിനെ തേടുക എന്നുള്ളത് ആ ആയത്തിലല്ല. കഴിഞ്ഞോ? ആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാപികളും ദോഷികളുമായിട്ടുള്ള ആളുകൾ നബിയുടെ ഹദറത്തിൽ ചെന്ന് അന്യായപ്പെടാനും നബി തങ്ങളുടെ ഹദറത്തിൽ പോയി തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറയാനും വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ആഹ്വാനം ചെയ്യുന്നു എന്ന് നമ്മുടെ മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ ഓതിയ ആയത്തല്ല. നിങ്ങൾ ഓതിയ ആയത്തും അതിന് പറ്റാത്തതുകൊണ്ടല്ല.
വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഇതാണ് ആയത്. പാപികളായിട്ടുള്ള ആളുകൾ പാപങ്ങൾ ചെയ്താൽ, കുറ്റബോധം തോന്നിയിട്ട് പശ്ചാത്താപം തോന്നിയാൽ നബിയെ തങ്ങളുടെ അടുക്കൽ അവർ വരികയും തങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അള്ളാഹു പൊറുക്കും എന്നാണ് ആ ആയത്തിന്റെ സാരം. നിങ്ങളുടെ സംശയം അവിടെ ഉത്ഭവിക്കാം, അതുകൊണ്ട് ആ ആയത്ത് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അപ്പൊ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാമുകളിൽ, തഫ്സീറിന്റെ ഇമാമുകളിൽ പ്രധാനിയായ അല്ലാമ ഇബ്നു കസീർ തുർഷിദു ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു ഉസാത്തൽ ഉമ്മത്തി, സമുദായത്തിലെ പാപികളോട് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു. അവർ പാപം ചെയ്തിട്ട് ദോഷം ചെയ്താൽ നബിയുടെ തിരുഹദറത്തിൽ ചെന്ന് അന്യായം പറയാൻ എന്നതിലുണ്ട്. അപ്പൊ പാപികളായ ദോഷികളായ ആളുകൾ നബിയുടെ മുൻപിൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളുടെ പേരിൽ അന്യായം പറയാൻ ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്നാണ് ഈ ആയത്തിനെ അധികരിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അന്യായം പറയുന്നത് പല വിധത്തിലാവും, മനസ്സിലാക്കി നിങ്ങൾ, പല വിധത്തിലാവും. നബിയെ ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, ദോഷം ചെയ്തിട്ടുണ്ട്, അങ്ങനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ എന്ന് പറയുന്നതാണ് നേരായ വ്യക്തമായ രീതി, ശരിക്കുള്ള രീതി. ശരിയായിട്ട് അതിനാണല്ലോ പോണത്. ഇതേ രീതി തന്നെ കുറച്ചും കൂടി അലങ്കാരമായിട്ട് സാധാരണക്കാരാവുമ്പോൾ നബിയെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ദോഷം ചെയ്തിരിക്കുന്നു, എന്നെ കാക്കണം, എന്നെ രക്ഷിക്കണം, എൻ്റെ പാപത്തിന് പരിഹാരം വേണം എന്ന് പറഞ്ഞാൽ അതും നബി മാപ്പിരക്കാൻ വേണ്ടിയിട്ട് നബിയുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ടുള്ള ഇസ്തിഗ്ഫാറാണ്. നിങ്ങൾക്കറിയാലോ, സാധാരണ ഒരു വലിയ തങ്ങളെടുത്തോ മഹാന്റെ അടുത്തോ ചെന്നിട്ട് എനിക്ക് ഇനിയും പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞാൻ വല്ലാതെ ദോഷം ചെയ്തിരിക്കണേ, എന്നെ നിങ്ങൾ കാക്കണം, എന്നെ അവിടെ നിന്ന് കാക്കണം എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ. അത് നേരിട്ടാണ് അവരോടാണ് പറയുന്നതെങ്കിലും അവരുടെ ശഫാഅത്ത് ആ കാര്യത്തിൽ എന്താണോ അത് ഞങ്ങൾക്ക് കിട്ടണോ എന്നാണ് ഈ പറയുന്ന ആൾക്ക് വിചാരമുള്ളൂ. ഇതിന്റെ പേരാണ് ഇസ്തിഗ്ഫാർ. അപ്പൊ ഈ ഇസ്തിഗ്ഫാർ റസൂലുള്ളാഹിനോട് ദോഷികളും പാപികളുമായിട്ടുള്ള ആളുകൾ ദോഷം പുറത്തു കിട്ടുന്ന കാര്യത്തിലും കുറ്റങ്ങൾക്ക് ശിക്ഷയില്ലാതെയാകുന്ന കാര്യത്തിലും നടത്തണമെന്ന് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്ന് വലൗവന്നഹും ഇല്ലലമു എന്ന് പറഞ്ഞ സൂറത്തുൻ നിസായിലെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അല്ലാമ ഇബ്നു കസീർ അതേ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു കഥ കൂടി ഉദ്ധരിക്കുന്നുണ്ട്. അത്തബി എന്ന് പറയുന്ന ആള് നബിയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പാപം ചെയ്തോ ദോഷം ചെയ്തോ എന്ന് ഖബറിന്റെ മുകളിൽ കുത്തിരുന്നുകാണ്ട് ഒന്നായിട്ട് പോരേണ്ട കഥ. ഈ കഥ ഉദ്ധരിച്ചിട്ട് മാവർദി ഇമാമു തൊട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള നമ്മുടെ എല്ലാ ഫുഖഹാവും റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലുന്ന ആൾക്ക് ഇത്തരം പ്രാർത്ഥനകൾ നടത്തുന്നതും അന്യായം പറയലുകൾ ആവർത്തിക്കുന്നതും അവർ ചൊല്ലിയ ബെയ്ത്തും വാക്യങ്ങളും അതേപടി ഉദ്ധരിക്കുന്നതും നല്ലതാകുന്നു, സുന്നത്താകുന്നു നമ്മുടെ ഫുഖഹാ വിധി കൽപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ പാപം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പാപങ്ങളുടെ പേരിൽ അന്യായം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെല്ലുന്നതും നബിയുടെ അടുത്തേക്ക് അതിനുവേണ്ടി ചെന്നിട്ട് നബിയോട് അന്യായം പറയുന്നതും ശറഅ് അംഗീകരിച്ചതും പണ്ഡിതന്മാർ അംഗീകരിച്ചതും സ്വഹാബത്ത് തൊട്ടേ നടന്നു വരുന്നതുമായ ഒരു സദാചാരമാകുന്നു, പുണ്യമാകുന്നു എന്നാണ് സുന്നി ഉലമാക്കൾ പറയുന്നതിന്റെ ചുരുക്കം. അല്ലെ? ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഇത് മനസ്സിലായില്ലേ? ഇതേ സംഭവം ഇനി നിങ്ങൾ പറയുന്നത് നബിന്റെ ഹളറത്തിലേക്ക് ചെല്ലണ്ടേ, ഇവിടെ ഇരുന്നാലാവോ എന്നല്ലേ ഒരു ചോദ്യം? അല്ല അല്ല, എന്നാ പറയും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി ബോധിപ്പിക്കുന്നതിലും അതിലഭിപ്രായത്തല്ല. പക്ഷെ ഈ ആയത്തില് അള്ളാന്റെ റസൂല് അവർക്ക് പൊറുക്കലിനെ തേടും പറഞ്ഞല്ലോ, അപ്പൊ അത് മറ്റേന് തെളിവാകുന്നുള്ളൂ. പൊറുക്കലിനെ തേടുക എന്ന് പറയുന്നത് നബി ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണോന്നാണ് ഇമാമുകൾ പറയുന്നത്. നമ്മൾ ചെന്ന് നബിയോട് അന്യായം പറയാ, അന്യായങ്ങളും വിഷമങ്ങളും പറയുമ്പോൾ നബി എന്ത് ചെയ്യും? അത് പൊറുക്കലിനെ തേടുക ചെയ്യാം. അതെല്ലാവരുടെ ശഫാഅത്തും അങ്ങനെ തന്നെയാണ്. മഹാന്മാര് നമുക്ക് ശഫാഅത്ത് ചെയ്യലൊക്കെ നമ്മളെ കാര്യം നടപടിയാക്കാൻ വേണ്ടിയിട്ട് ഓല അള്ളാഹിനോട് പറയും. അല്ലെങ്കിൽ അള്ളാഹു ഇവർ പറയാതെ തന്നെ ഓലോട് നമ്മൾ പറയുമ്പോഴേക്ക് അള്ളാഹു അങ്ങനെ അവരുടെ പ്രത്യേകമായ വിചാരം കൊണ്ടും അവരുടെ മുഖത്തിരിപ്പ് കൊണ്ടും അള്ളാഹു അങ്ങനെ പ്രവർത്തിക്കും. ഇതിനൊക്കെ ശഫാഅത്ത് എന്ന് പറയും. ഇതൊക്കെ ശഫാഅത്ത് സംബന്ധിച്ച ചർച്ചയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പല കാസറ്റുകളിൽ കേൾക്കാം. അപ്പൊ ആ വിധത്തിൽ മഹാന്മാരുടെ മുൻപിലും റസൂലുള്ളാഹിന്റെ മുമ്പിലും പോയിട്ട് പാപങ്ങളുടെ പേരിൽ അന്യായം പറയുന്നത് ശറഅ് സ്വീകരിച്ചതാണ്, ശറഅ് പറയുന്നതാണ് എന്നാണ് ഈ ആയത്തുകൊണ്ട് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് അതിലെന്താണ് സംശയമുള്ളത്? അന്യായം പറയാന്നുള്ളത് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്ന നല്ല നടപടിയാണ്. ഇത്
ഏർപ്പെട്ട ഒന്നാണ് ഇർത്തക്കബത്തു അലൽ ഖത്താ. ഇതിലുള്ള അന്യായമാണ് ഇർത്തക്കബത്തു അലൽ ഖത്താ. ഞാൻ പാപത്തിന്റെ മേൽ മേക്കേറിയിരിക്കുന്നു, പാപത്തിന്റെ മുകളിൽ അട്ടിക്ക് ചെയ്തിരിക്കുന്നു. വൈറ ഹസിരിൻ ബഅദദി, എണ്ണമില്ലാതെ ക്ലിപ്തമല്ലാത്ത പാപങ്ങൾ ചെയ്തിരിക്കുന്നു. ലക അഷ്കു, നബിയെ തങ്ങളോട് ഞാൻ അന്യായപ്പെടുന്നു. ഫീഹി, എന്റെ പാപത്തിന്റെ ആ കാര്യത്തിൽ. യാ സയ്യിദി ഖൈറൻ നബി, എന്റെ യജമാനായ നബിയെ എന്നായിരിക്കും. അപ്പൊ പാപത്തിന്റെ പേരിൽ അന്യായപ്പെടാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തതാണ് പാപികളോട്. ഈ ആയത്തിന്റെ വഴിപ്പെടലും ഈ ആയത്തിന്റെ അനുസരണവും വിധേയത്വവുമാണ് നമ്മൾ ഇന്ന് നടത്തി വരുന്ന എല്ലാ പാപങ്ങളുടെ പേരിലുള്ള ശിക്കായത്തുകളും ഇസ്തിശ്ഫായങ്ങളും. ഇത് അതിൽ പെടുന്ന ഒരു തഫ്സീറിലുണ്ട് പറഞ്ഞല്ലോ. ആ തഫ്സീർ ഏതാണ്? ഇബ്നു കസീർ സൂറത്തുൻ നിസായിൽ വലൗ അന്നഹും അല്ലമൂ എന്ന ആയത്തിന്റെ തഫ്സീർ പരിശോധിക്കും. ഈ വിഷയം ഉസ്താദിനോട് നേരിട്ട് ചോദിക്കാൻ കരുതിയതായിരുന്നു. പിന്നെ എപ്പോഴേലും വന്നിട്ട് പിന്നെ സദസ്സിലാരും ചോദിക്കാൻ വന്നപ്പോ ഇനി എല്ലാവർക്കും അറിഞ്ഞോട്ട് എത്തിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. മനസ്സിലായല്ലോ. ഇപ്പൊ ഈ ഓതിയ ആയത്ത് വലു അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്നപ്പോ മൂപ്പര് ഓതിയല്ലോ ആയത്ത്. നിങ്ങൾ ഉസ്താദ് ഓതിയല്ലോ. ഈ ആയത്തില് പിന്നെ അല്ലാഹു തആല പറഞ്ഞത് തെറ്റ് ചെയ്തു പോയ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരണം, വന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണം. പിന്നെ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലും അവർക്ക് പൊറുക്കലിന് ചോദിച്ചാൽ എന്നാണ് അവിടെ പറഞ്ഞത്. ഉസ്താദ് നേരത്തെ മൂപ്പര് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ പറച്ചില് നമുക്ക് പറയാൻ കിട്ടുമെന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഈ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് അള്ളാഹിനോട് പറയാ ഞാൻ അങ്ങനെ ഒരുപാട് തെറ്റ് ചെയ്തേക്കണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ആ ആൾക്കും വേണ്ടി പിന്നെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. ഈ വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്ന് പറഞ്ഞ സ്ഥലത്ത് ചോദിക്കാം എന്ന് ഖുർആനിൽ നിങ്ങൾ ഓതിയ ആയത്തുകൊണ്ട് തഫ്സീർ ഞാൻ ചോദിക്കണില്ല, ഓതിയ ആയത്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് പറയണത്. പിന്നെ തഫ്സീർ പിന്നെ യുർഷിദ് തആലാൽ ഉസാദവൽ മുദ്രിമീന എന്നിട്ട് ഇബ്നു കസീർ വിശദീകരിച്ച സ്ഥലത്ത് വഫാത്തായ നബി എന്ന് ഇബ്നു കസീർ പിന്നെ ഒരു പദ്യം ചൊല്ലിയിട്ടുണ്ട്. അത് നിങ്ങൾ ഉസ്താദ് പറഞ്ഞത് ശരിയാണ്. ആ ഒരു പദ്യം ചൊല്ലി എന്നതല്ലാതെ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ വിശദീകരണത്തില് ഈ വഫാത്തായ നബിനോട് ചോദിക്കാം എന്നുള്ള പദം ഇബ്നു കസീറിൽ ഉദ്ധരിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്ന് ചോദിച്ച സ്ഥലത്ത് നബിയോട് ചോദിക്കാം എന്ന് എങ്ങനെ കിട്ടുമെന്നും ഇബ്നു കസീർ അവിടെ വിശദീകരിച്ച സ്ഥലത്ത് ഇത് വഫാത്തായ നബിക്ക് എന്നോട് ചോദിക്കാം എന്ന് പദ്യം ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ ഇബ്നു കസീർ അവിടെ വിശദീകരിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കും. കഴിഞ്ഞോ? ഒരു കാര്യം നമുക്ക് ചെയ്യാമോ ചെയ്തൂടെ എന്ന് പറയുന്നത് ആയത്ത് ഓതിയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതല്ല. ഒരു കാര്യം ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്യൽ സുന്നത്താണ്, ഇങ്ങനെ ചെയ്യൽ വാജിബാണ് എന്നൊക്കെ പറയാറ് ആയത്തിൻ്റെയും ഹദീസുകളുടെയും മുസ്ലിമീങ്ങളുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ വിധി കൽപ്പിക്കലാണ്. വലൗ അന്നഹും ഇല്ലലമു എന്ന് പറഞ്ഞ ആയത്തിൻ്റെ വ്യാഖ്യാനമായി തഫ്സീർ വിവരിച്ച പണ്ഡിതന്മാരുടെ തഫ്സീറേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ആ കൂട്ടത്തിൽ പറഞ്ഞു തഫ്സീറൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്, തഫ്സീർ എടുക്കുന്നില്ല, പരിഭാഷ എന്നാ. പരിഭാഷ അവിടെ വെച്ചേളി, പരിഭാഷ ഞങ്ങൾക്ക് അറിയില്ല. ഖുർആന്റെ പരിഭാഷ എന്ന് പറയുന്നത് മനുഷ്യനെ പേപ്പിക്കും, അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ ശാഫി മദ്ഹബുകാര്. അപ്പൊ ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ തഫ്സീർ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇമാമിയങ്ങൾ പാപികളും ദോഷികളുമായിട്ടുള്ള ആളുകൾ അവരുടെ പാപം പുറത്തു കിട്ടുന്ന കാര്യത്തിൽ നബിയെ സിയാറത്ത് ചെയ്യുമ്പോൾ നബിയെ ഇസ്തിശ്ഫായ് ചെയ്യൽ സുന്നത്താകുന്നു എന്ന് വിധി കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഫിഖ്ഹിൽ. ഇമാം മാവർദി തൊട്ട് എല്ലാ മഹാന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം നവവി തന്റെ ശറഹുൽ മുഹദ്ദബിലും ഇമാം നവവിക്ക് ശേഷം വന്ന ഫുഖഹാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിലുമെല്ലാം ഈ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് മതവിധി. അപ്പൊ ആയത്തിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും വിധി കണ്ടെത്തി പ്രഖ്യാപിക്കുന്ന ഇമാമുകൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇത് സുന്നത്താന്ന് വിധി പ്രഖ്യാപിച്ചതിൽ നമ്മളിപ്പോ നബിനോട് അന്യായം പറയുന്നതും പെടും, പാപികൾ അവിടെ ചെന്ന് നബിനോട് അന്യായം പറയുന്നതും പെടും. ഈ അന്യായപ്പെടുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അന്യായപ്പെട്ടതിന്റെ ശേഷം നബി നമുക്ക് പൊറുക്കലിനെ തേടും എന്നത് വേറെ വിഷയമാണ്. നബി പൊറുക്കലിനെ തേടും എന്ന് പറയുന്നതിനാണ് നിങ്ങൾ പിടിക്കുന്നത്. നബി പൊറുക്കലിനെ തേടണമെങ്കിലും നബി നമുക്ക് വേണ്ടി ശിഫാർശ ചെയ്യണമെങ്കിലും നബിനോട് നമുക്ക് ഇപ്പം ശിഫാർശ ചേടാൻ പറ്റുമെന്ന് കിട്ടണ്ടേ? നബിന്റെ ശിഫാർശ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് കൊടുക്കും വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാണ്ടല്ലോ.
നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ പറയുന്നതിന് പറഞ്ഞാൽ മതി. അപ്പൊ നബിയുടെ ശുപാർശ, നബിയിൽ നിന്ന് കിട്ടേണ്ട ശുപാർശ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നബിയുടെ മുമ്പിൽ പോയി അന്യായപ്പെടൽ സുന്നത്താണെന്ന് ഈ ആയത്തടക്കമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നേരത്തെ പറഞ്ഞ പോലെ മരണപ്പെട്ട ഒരാൾ മരിച്ചതിന്റെ ശേഷം ഒരു കഥ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ കഥ ഉദ്ധരിച്ചുകൊണ്ടുകൂടിയാണ് നമ്മുടെ ഇമാമുകൾ ഈ വിഷയം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫിഖ്ഹിലും കർമ്മശാസ്ത്രത്തിലും നബിയുടെ മുൻപാകെ പോയി പാപങ്ങളുടെ പേരിൽ അന്യായപ്പെടലും നബിയുടെ ശഫാഅത്ത് തേടലും സുന്നത്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അഹ്ലുസുന്നത്തുകാരും ഷാഫി മദ്ഹബുകാരും പറയുന്നത്. ഖുർആന്റെ പരിഭാഷ നോക്കിയിട്ട് അത് കിട്ടോ ഇത് കിട്ടോ നോക്കിയാൽ ഒരുപാട് നമുക്ക് കിട്ടുന്നതും കാണും കിട്ടാത്തതും കാണും. അത് പരിഗണനീയമല്ല. അതായത് നിങ്ങൾ പരിഭാഷ വായിച്ചാൽ നിങ്ങൾക്ക് കുറെ കിട്ടും, ഞാൻ പരിഭാഷ വായിച്ചാൽ അതൊന്നും എനിക്ക് കിട്ടൂല, ഞാൻ പരിഭാഷ വായിച്ചാൽ എൻ്റെ മനസ്സിക്ക് കിട്ടുന്നതൊന്നും നിങ്ങൾക്ക് കിട്ടൂല, അങ്ങനെയൊക്കെ വരുമല്ലോ. ഇതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തിട്ട് വിധി പറയുന്ന, ഹുക്കുമ് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഇത് സുന്നത്താണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പരമ്പരാഗതമായി സുന്നികൾ ഇങ്ങനെ നടത്തി വരുന്നത്. അതിനെ എതിർക്കാൻ വഹാബികൾക്കോ പുതിയ ആളുകൾക്കോ അവകാശമില്ല. ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് അഹ്ലുസുന്നത്ത് പറയുന്നത്. ഇനി നിങ്ങൾ ചോദിക്കാനുള്ള ചോദിക്കുക, അതായത് പരിഭാഷ പിന്നെ സുന്നികൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ പരിഭാഷ സുന്നികൾ ഒരാൾ പരിഭാഷ എഴുതിയോടുകൂടി അത് പയച്ചുപോയി എന്ന് പറയുകയാണെങ്കിൽ, ഇനിയിപ്പോ ഈ സുന്നികളായ ആളുകൾ തന്നെ ഒരുപാട്, പിന്നെ പന്താവൂരിനെ പോലത്തെ അങ്ങനത്തെ ഒരുപാട് ആളുകൾ പരിഭാഷ എഴുതിയുണ്ട്. അതിപ്പോ പരിഭാഷ നമ്മൾ പറയണ്ട, ഞങ്ങൾ ഇരിക്കട്ടെ, നിങ്ങൾ വിഷയം ചെന്നിപ്പോകരുത്. നിങ്ങൾക്ക് തിരിയേണ്ട വിഷയം അതല്ല. നിങ്ങൾ പരിഭാഷ വെച്ചിട്ട് ആ പരിഭാഷ കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പരിഭാഷ കൊണ്ടും ഒരു ഹുക്കുമും കിട്ടൂല എന്നാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. പരിഭാഷ കൊണ്ട് ആരും ഹുക്കുമ് പറയുന്നില്ല. ആയത്തിന്റെ തഫ്സീറും ഹദീസുകളും ഇജ്മാഉം അസറും എല്ലാം കണ്ടിട്ടുള്ള പ്രമാണങ്ങൾ മുഴുവൻ വിലയിരുത്തിയിട്ടാണ് കർമ്മശാസ്ത്രത്തിൽ ഹുക്കുമ് പറയാം. ആ ഹുക്കുമ് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലേ എന്നുള്ളതൊന്ന് സംസാരിച്ചാൽ മതി. പരിഭാഷ ഞാൻ നിങ്ങൾ ഉസ്താദ് തെറ്റിദ്ധരിച്ചാണ്. ഞാൻ പരിഭാഷ എന്നല്ല പറഞ്ഞത്. ഞാനേ പറഞ്ഞത് വലുവന്നവും ഇല്ലനുമോ അൻഫുസും ജാവൂക്കാന്ന് ഉസ്താദ് ഓതി. ആ ഓതിയ ആയത്ത് തെളിവാണ് വഫാത്തായ നബിനോട് ഇന്നാണ് നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. വലോ അന്നഹും ഇല്ലലമു എന്ന ആയത്ത് ഓതിയിട്ട് ഇബ്നു കസീർ തുർശിദു ഹാദിഹിൽ ആയത്തു എന്നല്ല ഞാൻ വായിച്ചത്. നിങ്ങൾ കേട്ടില്ല? അല്ല, ഞാൻ പറയാനുള്ള നിങ്ങൾ കേട്ടല്ലോ, അത് ഞാൻ വായിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഇബ്നു കസീറിന്റെ തഫ്സീർ വായിച്ചിട്ട് ഈ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ ഇസ്തിശ്ഫാഅ് സുന്നത്താണ് എന്ന് ഇമാമിയങ്ങൾ സ്ഥാപിച്ചു എന്നല്ലേ ഞാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞും നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ പറയും. അവിടെ സംശയമുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അതായത് ഹാഫിള് ഇബ്നു കസീർ ഒരു പദ്യം അവിടെ വിരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഊത്തബിനെ തൊട്ടിട്ട് പിന്നെ ഒരു കബീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഒരു പദ്യം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. നേരെ ഈ ഇബ്നു കസീർ ഈ യുർഷിദു തആല ലുസാത്ത വൽ മുസ്ലിമിന ഇദാ വഖ മിൻഹുൻ ഖൽ ഖതു വൽ ഇസ്യാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വഫാത്ത പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. പിന്നെ ഇബ്നു കസീർ കേവലം പദ്യമല്ല ഉദ്ധരിച്ചത്, ആ പദ്യത്തിന് ആധാരമായ സംഭവം ഉദ്ധരിച്ചത്. പദ്യം മാത്രമല്ല ഉദ്ധരിക്കൂ, ആ പദ്യം ചൊല്ലിയത് ഒരാളാണ്. ആ ആള് ചെന്ന് നബിനോട് എന്തു പറഞ്ഞു? നബിന്റെ വഫാത്തിന്റെ ശേഷമാണ് അദ്ദേഹം ചെന്ന് പറഞ്ഞത്. ഈ ആയത്ത് ഓതിയിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം. പടച്ചോൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതാ വന്നിരിക്കുന്നത് നബിയെ തങ്ങളുടെ മുൻപിൽ. എന്റെ പാപങ്ങളുടെ പേരിൽ മുസ്തശ്ഫിഅൻ ബിക, തങ്ങളോട് ശഫാഅത്ത് തേടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ തങ്ങളുടെ മുമ്പിൽ നിന്നത് എന്നാണ് അത്തബിന്റെ ഹദീസിൽ പറഞ്ഞ ആ ഒരാൾ പറഞ്ഞത്. ഇത് സ്വഹാബത്ത് നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ്. നബി തങ്ങൾ വഫാത്തായ ശേഷം പല സ്വഹാബാക്കളിൽ നിന്നും ഈ സംഭവം ഉള്ളത് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഉദ്ധരണിയാണ് ഇബ്നു കസീർ അവിടെ കൊടുത്തത്. ഒരു പദ്യം മാത്രമല്ല, അത്തബി കണ്ട ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ അയാൾ ചൊല്ലിയ ഒരു പദ്യവും ചേർത്തിട്ടുണ്ട് എന്ന് മാത്രം. ഈ പദ്യത്തിന്റെ അടക്കമുള്ള സംഭവത്തെ ആധാരമാക്കി സ്വഹാബത്തടക്കമുള്ളവർ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് മുസ്ലിമീങ്ങൾ മുഴുവൻ അംഗീകൃതരായ ആളുകളെല്ലാം സമ്മതിച്ചു വന്നതാണ് ഇസ്തിശ്ഫാഇ. അതുകൊണ്ട് ഇസ്തിശ്ഫാഇൽ ഏറ്റവും മുന്തിയ ഒരു വാചകം കൂടിയാണ് ആ പദ്യക്കാരനായ അത്തബി ഉദ്ധരിച്ചിട്ടുള്ള ആ അഅറാബി ചൊല്ലിയ വാക്ക്. ആ വാക്കു തന്നെ നമ്മളും ഉപയോഗിക്കൽ സുന്നത്താണ് എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു, മാവർദി തുടങ്ങിയിട്ടുള്ള ശാഫി പണ്ഡിതന്മാരൊക്കെ വിവരിച്ചത്. അപ്പൊ ഇബ്നു കസീർ വെറും പദ്യാന്ന് നിങ്ങൾ പറയരുത്. ആ പദ്യമടക്കമുള്ള സംഭവം ഉദ്ധരിച്ചിട്ട് ആ സംഭവത്തിന്റെ വെളിച്ചത്തിൽ അത് സ്വഹാബാക്കൾ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ആദ്യകാലത്തു നടന്ന സംഭവമായതുകൊണ്ട് ഇജ്മാഅ് പോലെ സ്വഹാബത്ത് മുഴുവൻ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അതേ വാക്യം തന്നെ അന്യായം പറയുന്ന സമയത്ത് നമുക്കും ഉദ്ധരിക്കൽ സുന്നത്താകുന്നു എന്നാണ് നമ്മുടെ ഇമാമികൾ വിവരിച്ചത്. മനസ്സിലായല്ലോ?
അതെ അതെ, ഇവിടെ ഞാൻ ഇമാം നവവി പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. ഞാൻ ഇമാം നവവി റളിയല്ലാഹുവിനെ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് ഹാഫിദ് ഇബ്നു കസീർ നിങ്ങൾ തെളിവ് പറഞ്ഞു. അപ്പൊ ഹാഫിദ് ഇബ്നു കസീർ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അത് സുന്നത്താണ് ഇമാം നവവി പറഞ്ഞു നിങ്ങൾ പറഞ്ഞു. ഞാൻ കടന്നിട്ടില്ല. ഹാഫിദ് ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് വഫാത്തായ നബിനോട് ചോദിക്കൽ സുന്നത്താണ് എന്ന് വിശദീകരിച്ച തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടോന്നാ ചോദ്യം. ഇബ്നു കസീറിനെക്കാളും വലിയ ആളാണ് ഇമാം നവവി. ഇബ്നു കസീർ ശാഫി മദ്ഹബിൽ ചെറിയ ആളാണ്. ഇബ്നു കസീറിനേക്കാൾ എത്രയോ മുൻപുള്ളവരും ഷാഫി മദ്ഹബിലെ ബലപ്പെട്ട ഇമാമുമായ നവവി പോലും ഇബ്നു കസീർ ഉദ്ധരിച്ച ഈ കഥ ആധാരമാക്കിയിട്ടാണ് ഈ മസ്അല പറഞ്ഞത്. ഇമാം നവവിയേക്കാൾ എത്രയോ വലിയവരായ മാവർദി തുടങ്ങിയിട്ടുള്ളവർ മുതൽക്കേ ഈ ഹദീസും ഈ സംഭവവും ആധാരമാക്കിയിട്ടാണ് ഇസ്തിശ്ഫാ സുന്നത്താണെന്ന് സ്ഥിരീകരിച്ചത്. അപ്പൊ ഇബ്നു കസീറും അത് സ്ഥിരീകരിക്കാൻ തന്നെയാണ് ഈ കഥ അതിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നത്. പിന്നെ എന്തിനാ അത് കൊണ്ടുവരുന്ന കഥ? തുർശിദു ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു. ഈ ആയത്ത് നന്നായിട്ടുള്ള റഷാദിന്റെ വഴി പഠിപ്പിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നന്മയുടെ വഴി പഠിപ്പിക്കുന്നു. അപ്പൊ നന്മയുടെ വഴി എന്ന നിലയ്ക്ക് ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നത് പാപികൾ അവിടെ ചെന്ന് ചോദിക്കണമെന്നാകുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് ഇബ്നു കസീർ തന്റെ ഈ കഥ അത്തബിയുടെ കഥ ഉദ്ധരിക്കുന്നത്. അപ്പൊ അത്തബിയുടെ കഥ അതിന് ഉപോത്ബലകമായി തെളിവായി ഉദ്ധരിച്ചിട്ട് ഇങ്ങനെ നടത്തണമെന്ന് സ്ഥാപിക്കുക തന്നെയാണ് ഇബ്നു കസീർ. ഇബ്നു കസീർ എന്ന് പറയുന്ന ആള് ഷാഫി മദ്ഹബില് ഇമാം നവവിയേക്കാൾ വലുതല്ല. അപ്പൊ നവവി ഇമാം പറഞ്ഞ വിധിയെ ബലപ്പെടുത്തിക്കൊണ്ട് താൻ തഫ്സീർ എഴുതുമ്പോൾ അതേ വിഷയം തന്നെയാണ് ഇബ്നു കസീറും സ്ഥാപിച്ചത്. അപ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹു സുന്നത്തി ഈ വലാനൊന്നും വിശദീകരിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സുന്നത്താന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ആയത്തിനെ ആധാരമാക്കിയിട്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ സംഭവങ്ങളെ കൂടി വെച്ചിട്ട് അവർ പറഞ്ഞ അതേ വാക്യം തന്നെ ഉദ്ധരിക്കൽ സുന്നത്താവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇമാം ഇബ്നു കസീർ അത് കാണാത്തതുകൊണ്ടാണ് ഇബ്നു കസീറുമാണ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇബ്നു കസീറും പറഞ്ഞു നിങ്ങളുടെ ചോദ്യത്തിൽ വന്ന പ്രശ്നം തീർക്കുന്നതാണ്. ഇബ്നു കസീർ തുർശിദു ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നബിയുടെ അടുക്കൽ ചെല്ലാനാകുന്നു എന്ന് സ്ഥാപിച്ച ശേഷമാണ് അറബിയുടെ സംഭവവും നിങ്ങൾ പറയുന്ന ബെയ്ത്തും ഉദ്ധരിച്ചത്. അപ്പൊ താൻ സ്ഥാപിച്ച വാദത്തിന് തെളിവായിട്ടും ബലകമായിട്ടും ഉദ്ധരിച്ച ഈ കഥയെ നമ്മുടെ ഫുഖഹാൽ തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ വന്ന ആള് അറാബിയായ സ്വഹാബി നബിനോട് പറഞ്ഞ അതേ വാചകം നമ്മൾ ഇസ്തിശ്ഫായിൽ ഉപയോഗിക്കൽ സുന്നത്താണ് എന്ന് നബി ഇമാമും മറ്റും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിവരിച്ചത്. ഇബ്നു കസീർ പറയാതിരുന്നിട്ടില്ല. ഇബ്നു കസീറും അതിനെ വിഷയം പറഞ്ഞത്. പക്ഷെ നിങ്ങളെന്റെ അടിയിൽ പറഞ്ഞു നബി പറഞ്ഞു എന്നല്ലാതെ ഇബ്നു കസീർ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ തിരുത്താണ്. ഇബ്നു കസീർ പറഞ്ഞില്ലല്ലോ, നബിയല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ നബിനെ ഇബ്നു കസീറിനേക്കാൾ ചെറുതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. അല്ല, ഇബ്നു കസീറിനേക്കാൾ വലുതാണ് ഇമാം നബി. കാലം കൊണ്ടും മുന്തിയ ആളാണ്, ഇൽമു കൊണ്ടും മുന്തിയ ആളാണ്, വിധി പറയാനുള്ള ആധികാരികത കൊണ്ടും ഇമാം നബിയാണ് മുന്തിയത്. ആ നബവി ഇമാമൊക്കെ ഇതേ ആള് അന്യായം പറയാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വാചകം ഈ കഥയിൽ നിന്നാണ് പിടിച്ചത്. ഇബ്നു കസീർ ഉദ്ധരിച്ച കഥയിൽ നിന്ന്. അതേ കഥയാണ് ഇബ്നു കസീർ ഉദ്ധരിച്ചുകൊണ്ട് പാപികളായ ആളുകൾ അവിടെ പോയി അന്യായം പറയണമെന്ന് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്ന് തഫ്സീറിന്റെ ഭാഷയിൽ സമർത്ഥിച്ചത്. ഉസ്താദ് പറഞ്ഞു എനിക്ക് അതിലല്ല എനിക്ക് തർക്കമുള്ളത്. അതായത് തർക്കമുള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇർഷിദു തആല അള്ളാഹ് നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സംശയം ചോദിക്കാണ്, അള്ളാഹ് നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ വഫാത്തായതിന്റെ ശേഷം ബാധകമാണോ? അപ്പൊ ആ ആയത്ത് വിശദീകരിച്ച് ഇത് വഫാത്താകുമ്പോഴും സുന്നത്താണ് എന്ന് ഇവിടെ സുന്നത്താണെന്ന് അള്ളാഹ് കൽപ്പിച്ചു, ശരിയാണ്. ഇത് അപ്പൊ എന്റെ രണ്ടാമത്തെ സംശയം പിന്നെ ഇത് വഫാത്തായോട് കൂടി ഇത് അപ്പൊ ഒരാൾക്ക് അങ്ങനെ വാദിച്ചൂടെ? ഇതിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുമെന്ന് വാദിച്ചു. അല്ലെങ്കിൽ ഇബിനൊക്കെ നമുക്ക് പിന്നെ സംശയമില്ല. ഇബ്നു കസീർ വിശദീകരിച്ച സ്ഥലത്ത് ഇത് വഫാത്തായ നബിയോട് ചോദിക്കലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ വഫാത്തായ നബിനോടും ചോദിക്കലെന്ന് ഇബ്നു കസീർ കൊടുത്തിട്ടില്ല. ഇർഷിദു തആല അള്ളാഹ് നിർദ്ദേശിക്കുന്ന ലുസാത്ത നബിന തെറ്റുകുറ്റങ്ങളും ചെയ്ത ആളുകളോട് ഈ വിശദീകരിച്ച സ്ഥലത്ത് എവിടെ വഫാത്തായ നബിയോട് ചോദിക്കാം എന്ന് പറഞ്ഞേക്കണം. അപ്പൊ പിന്നെ നിങ്ങൾ ഉസ്താദ് പറഞ്ഞത് ഒരു പദ്യം ഉണ്ട് എന്നുള്ള. ഞാൻ പദ്യം അത് ഇബ്നു കസീർ ഒരു പദ്യം ഇങ്ങനെ ഉത്തബിനെ തൊട്ട് ഉദ്ധരിച്ചു എന്നല്ലാതെ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ വകയായിട്ട്
ഉസ്താദായിട്ട് തഫ്സീറിൽ വഫാത്തായ നബിയോട് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ എനിക്ക് ഉസ്താദ് പറഞ്ഞത്. പിന്നെ ഉസ്താദ് പറഞ്ഞു നബവി ഇമാം അങ്ങനെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞത്. ഇത് വഫാത്തായ നബിയോട് ചോദിക്കൽ സുന്നത്താണ് എന്ന് നബവി ഇമാം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അത് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇബാറത്ത് അറിയില്ല, എനിക്ക് എവിടെ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ഇബ്നു കസീർ ഞാൻ കണ്ടതാണ്. ആ ഇബ്നു കസീറിൽ കണ്ട സ്ഥലത്ത് വഫാത്തായ നബിയോട് എന്ന് നിങ്ങൾ വക കൂട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരാളോട് പറയാം ഇബ്നു കസീറിൽ നിന്ന് വഫാത്തായ ഭാഗം ഇബ്നു കസീർ വിശദീകരിച്ച് കാണിച്ചുണ്ടോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ കഴിഞ്ഞോ? നിങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തുർശിദു ഹാദിഹിൽ ആയത്തു ഉസാത്തൽ ഉമ്മത്തി, ഈ സമുദായത്തിലുള്ള എന്നെന്നും വരുന്ന എന്നും നിലകൊള്ളുന്ന പാപികളെ ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു. അവർ പാപം ചെയ്താൽ നബിയുടെ അടുത്തു ചെല്ലാൻ ആഹ്വാനം ചെയ്യുന്നു എന്ന് നബി തങ്ങൾ പറയുന്നത്, ഈ ഇബ്നു കസീർ പറയുന്നത് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്ന എല്ലാ കാലത്തെ മുസ്ലിമീങ്ങൾക്കും എല്ലാ കാലത്തെ പാപികൾക്കും ബാധകമാണെന്നാണ്. ഉസാത്തൽ ഉമ്മത്തീന, ഈ സമുദായത്തിലെ പാപികളോട് എല്ലാവരോടുമായി ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു. നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും ഈ ആയത്ത് അങ്ങനെ നടത്താൻ ആഹ്വാനം ചെയ്യുന്നു എന്നതിന് തെളിവായിട്ടാണ് നബി വഫാത്തായ ശേഷം ഒരു അറാബി വന്നിട്ട് ഖബറിന്മേൽ പുരണ്ട് കടന്നിട്ട് വഫാത്തായ നബിയോട് ഇസ്തിശ്ഫാ നടത്തിയ കഥ അത്തബി ഉദ്ധരിച്ചതായിട്ട് ഇബ്നു കസീർ ചേർക്കുന്നത്. അപ്പൊ ഇബ്നു കസീർ പറയുന്നത് വഫാത്തിന്റെ ശേഷം ഇസ്തിശ്ഫാ നടത്തൽ സുന്നത്താണെന്നു തന്നെയാണ്, അതിനപ്പുറമൊന്നല്ല. തുർശിദു ഹാദിഹിൽ ഉമ്മത്തു ഉസാത്തൽ ഉമ്മത്തി എന്ന് തുർശിദു ഹാദിഹിൽ ആയത്തു ഉസാത്തൽ ഉമ്മത്തി എന്ന് ഇമാം ഇബ്നു കസീർ പറയുന്നത് ഹിജറ 700കളിലാണ്, 8-ാം നൂറ്റാണ്ടില്. 8-ാം നൂറ്റാണ്ടിലുള്ള ഇന്നത്തെ ഉസാത്തിനോട് നബി തങ്ങൾ വഫാത്താകാത്ത കാലം അന്ന്. നബി വഫാത്തായ ശേഷം 8 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഉമ്മത്തിലെ ഉസാത്തിനോടും ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്ന് വിഷയം സ്ഥാപിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അത്തബിയുടെ ഈ കഥയും ബെയ്ത്തും ഉദ്ധരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതാണ് ബെയ്ത്ത് മാത്രം ഉദ്ധരിക്കണുള്ളൂ, ഞാനല്ല പറഞ്ഞ ബെയ്ത്ത് മാത്രം ഉദ്ധരിക്കുന്നുള്ളൂ എന്ന്. അല്ല, ബെയ്ത്തിന് ആധാരമായ ഇസ്തിശ്ഫാഇന്റെ കഥ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് 700 ഒരു 100 200 300 അല്ലായിട്ടുണ്ടാവും ആ പറയുന്ന കഥ വരാം. അത്തരം കഥകൾ വന്നിട്ട് അത്തരം ആളുകൾ ചെയ്തുകൊണ്ടും അതിന് മുൻപേ നബി വഫാത്തായി ഒരു 3-ാം നാൾ മുതൽക്കുള്ള സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം കഥകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇതേ വാക്യം തന്നെ ഇസ്തിശ്ഫാഇൽ ഉപയോഗിക്കൽ സുന്നത്താണ് എന്നാണ് നബി വ്യക്തമാക്കിയത്. ഇതേ വാക്യം തന്നെ ഉപയോഗിക്കൽ സുന്നത്താണ്. അപ്പൊ ഇതേ വാക്യം ഉപയോഗിച്ചത് എവിടുന്ന് വന്നതാ? നബിന്റെ വഫാത്തിന്റെ ശേഷം വഫാത്തായി കഴിഞ്ഞ നബിയോട്, മരണപ്പെട്ട ശേഷം നബിയോട് ഇസ്തിശ്ഫാ നടത്തിയതായ കഥകളാണ് ഈ കഥകളൊക്കെ. ഈ കഥ ആധാരമാക്കിയിട്ട് ഇന്നുള്ള ഉസാത്തുൽ ഉമ്മത്തിനോടും കഴിഞ്ഞകാല ഉസാത്തുൽ ഉമ്മത്തിനോടും എല്ലാം പാപികളോടെല്ലാം ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്നാണ് ഇബ്നു കസീർ പറഞ്ഞത്. മരണത്തിന്റെ ശേഷം ബാധകമല്ലാന്ന് എവിടുന്നാണ് സുഹൃത്തെ എന്ന് മനസ്സിലാക്കുക? ആരാ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ? മരിച്ചതിന്റെ ശേഷം ബാധകമല്ലാന്ന് ആരാ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ? കഴിഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങൾ പറയും, ഇത് ചോദിക്കണം. ബാധകമാക്കിയതേ അത് പറയാൻ കാരണം നിങ്ങൾ ഇപ്പൊ ഒരു ഉർഷിദു താലാന്ന് കഴിഞ്ഞിട്ട് എന്താ ആദിഹിൽ ഉമ്മാന്ന് ഉസ്താദ് ഉദ്ധരിച്ചല്ലോ. എന്താ അത് ഉമ്മത്തി ഉസാത്തൽ ഉമ്മത്തി എന്ന് ഇബ്നു കസീറിൽ ഉണ്ടോ? ഉണ്ടോ? ഉസാത്തലുമ്മത്തിന്നാണെന്ന് എന്റെ ഓർമ്മ. അല്ലല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഞങ്ങൾ ചോദിച്ചു, എന്താ ചോദിച്ചത്? യുർഷിദു തആല എന്നാ ചോദിച്ചത്. അള്ളാഹ് നിർദ്ദേശിക്കുന്നു അൽ ഉസാത്ത വൽ മുദ്നിബീന. അല്ലല്ല, അപ്പോഴത്തെ ചോദ്യം അവിടെ അല്ല. ഉസ്താദ് ഇബ്നു കസീറിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദം ഉപയോഗിച്ചു അവിടെ. ഏതാ അറിയോ? എന്ത് കഴിയട്ടല്ലോ ഉസ്താദ് പറയണ്ടേ? യുർഷിദു തആല എന്തോ ഒരു ഉമ്മത്തി എന്നൊരു പദം അവിടെ ഉസ്താദ് പറഞ്ഞു. ഇപ്പൊ പിന്നെ ഞാൻ ചോദിച്ചപ്പോ ഓർമ്മയിലുണ്ടോ കിതാബിലുണ്ടോ അത് വേറെ വിഷയം. ആ ഉമ്മത്തി എന്നുള്ളത് ഇവിടെ നമ്മൾ ചർച്ച ഇപ്പൊ ഉസാത്തേക്ക് നമ്മൾ കടന്നിട്ടില്ല. യുർഷിദ് തആല നമ്മളെ കളി. ആ യുർഷിദ് തആല അൽ ഉസാത്ത ഉമ്മത്തി എന്ന് പറഞ്ഞു കൊടുത്ത ഉസ്താദ് ഉമ്മത്തി എന്നൊരു പദം അവിടെ പറഞ്ഞു. അത് ഇബ്നു കസീറിൽ ഉണ്ടോ? അതാ ഉസ്താദ് അറിയാതെ കൂട്ടിച്ചേർത്തതാണ്. പദമില്ലെങ്കിലും ഉണ്ടെങ്കിലും അൽ ഉസാത്ത വൽ മുദ്നിബീന എന്ന് മതി വിഷയത്തിന്. ഉസ്താദ് ചോദ്യമല്ലേ ഈ ഉമ്മത്തിലെ പാപികൾ എന്നാണ് അൽ ഉസാത്ത എന്ന വാക്കിന്റെ അർത്ഥം. ഞാൻ അങ്ങോട്ടല്ല കടന്നത്, അവൾക്ക് എത്തണുള്ളൂ. യുർഷിദ് തആല എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഉമ്മത്തി എന്നൊരു പദം. അപ്പൊ നമുക്ക് സംശയമില്ല. അങ്ങനെ മാത്രമായിട്ട് നിങ്ങൾക്ക് എന്താ സംശയം വരാൻ? എന്റെ കയ്യട്ട ഉസ്താദ് ഇങ്ങോട്ടല്ല പറയണ്ടേ, എന്റെ ചോദ്യം കയ്യട്ട ഉസ്താദ്. നിങ്ങൾ ചോദിക്കലും ഞാൻ മറുപടിയാണ്. നിങ്ങൾ ചോദിക്കുക, അപ്പൊ ഞാൻ ചോദിക്കണേ. അതായത് ആദ്യം ഞാൻ ചോദിച്ച യുർഷിദു തആല എന്നുള്ള ഈ തഫ്സീറിൽ ഇബ്നു കസീർ വഫാത്തായ നബിയോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇമാം നബവി പറഞ്ഞു. അപ്പൊ നമ്മൾ ഇമാം നബി അല്ല ഇബ്നു കസീർ പറഞ്ഞു ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു യുർഷിദു തആല ഫി ഉമ്മത്തി എന്ന് പറഞ്ഞ ഒരു പദം ഉപയോഗിച്ചു. അങ്ങനെ ഉമ്മത്തി എന്ന് തഫ്സീർ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചോദിക്കൂല, കാരണം എനിക്കവിടെ സംശയമില്ല. കാരണം ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് ബാധകമാണല്ലോ. നേരെ മറിച്ച് ഇവിടെ ഇബ്നു കസീർ അതിന്റെ തഫ്സീർ
വിശദീകരിച്ച സ്ഥലത്ത് യുർഷിദു തആല ആരോട് എന്ന് ഇബ്നു കസീർ വ്യക്തമാക്കിയിട്ട് അവിടെ പറഞ്ഞു അള്ളാഹ് നിർദ്ദേശിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ സംശയം ലുസാത്ത വൽ മുസ്ലിം ഉസ്താദ് പറയുമ്പോൾ തന്നെ എനിക്കും പറയാലോ അത് ജീവിച്ചിരുന്നവർക്ക് മാത്രം ബാധകാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു അങ്ങനല്ല, എന്ത് പറഞ്ഞാൽ ഉമ്മത്തി എന്ന് പറഞ്ഞേക്കണം. അപ്പൊ എന്തുകൊണ്ടല്ല ഏത് മനുഷ്യനറിയില്ല അത് ഇബ്നു കസീറിൽ ഉമ്മത്തി എന്നുള്ള പദം ഉണ്ടോ ഇല്ലേ? ഉമ്മത്തില്ലെങ്കിൽ ആ പദം കിട്ടൂല എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് എന്റെ ചോദ്യം അതല്ല, ഉസ്താദ് പറഞ്ഞത് അതിൽ ഇല്ലെങ്കിൽ ഇല്ല എന്നാണ് പറഞ്ഞാൽ മതി. എന്തെങ്കിലും അൽ ഉസാത്ത വൽ മുദ്നിബീന എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം അതാണ്. ഉസാത്തൽ ഉമ്മത്തി എന്നുണ്ടായാലും കൃത്യമായിട്ട് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ ഇബ്നു കസീറിനെ പറ്റി ഉമ്മത്തി എന്ന് പറഞ്ഞ ആരോപണമല്ല അത്. അൽ ഉസാത്ത എന്ന് പറഞ്ഞാൽ സകല പാപികളോടുന്ന അൽ ഉസാത്ത എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടോ ഇബ്നു കസീറിൽ? അങ്ങനെ അൽ ഉസാത്താൻ ഉമ്മത്തി എന്നില്ല, ഉമ്മത്ത് വേണ്ട, അതിൽ ഉസാത്താന്നുണ്ട്. അതില്ല നിങ്ങൾ കൃത്യമായിട്ട് നോക്കിണ്ടോ അല്ലെ? ഇപ്പൊ തന്നെ നോക്കാലോ. വേണ്ട, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അർത്ഥം എന്നാണല്ലോ. അൽ ഉസാത്ത പാപികളായിട്ടുള്ള എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്നവരുമായ എല്ലാ പാപികളും എന്നാ അതിന്റെ അർത്ഥം. ജീവിച്ചിരിച്ചവരും മരിച്ചവരുമായ എല്ലാ പാപികളും എന്നാ അൽ ഉസാത്ത എന്ന വാക്കിന്റെ അർത്ഥം. ഉമ്മത്തി എന്ന് പറഞ്ഞ എത്രയോ കിതാബുണ്ട്. ഇബ്നു കസീർ അയാൾക്ക് വായിച്ചോട്ടപ്പോൾ ഒരു ഉമ്മത്തി എന്ന അർത്ഥത്തിൽ ഞാൻ കൂട്ടിയെങ്കിൽ തന്നെ മയനോണ്ടി റിപ്പോർട്ട് ചെയ്താണ് തഫ്സീർ. അത് വാക്യം തന്നെ പറഞ്ഞല്ല. ഉമ്മത്തുണ്ടായാലും ഇല്ലെങ്കിലും അർത്ഥം എന്നാണ് അൽ ഉസാത്ത എല്ലാ പാപികളോടും എന്നാണ് ആ അലിഫ്ലാമിന്റെ അർത്ഥം. വൽ മുദ്നിബീന എല്ലാ പാപികളോടും എല്ലാ ദോഷികളോടും അല്ലാഹു തആല ഈ ആയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു എന്നാണ്. എന്നാ യുർഷിദു തആല എന്നുള്ളടത്ത് തുർഷിദു ഹാദിഹിൽ ആയത്തു എന്നാണ് ഞാൻ വായിച്ചത്. അവിടെ താങ്കൾ അത്ര വ്യത്യാസം നോക്കാൻ? തുർഷിദു ഹാദിഹിൽ ആയത്തു എന്നാ ഞാൻ വായിച്ചത്. യുർഷിദു തആല എന്നാ നിങ്ങൾ എങ്ങനെ ഒന്നാണ് അൽ ഉസാത്തി ഉസാത്തുൽ ഉമ്മത്തി. അതേ ശരി. അൽ ഉസാത്ത് എന്ന് പറഞ്ഞു ഉസാത്തുൽ ഉമ്മത്തി എന്ന് പറഞ്ഞു അതേപോലെ ഒന്നാണ്. ഉസാത്തുൽ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ട് അതേ അർത്ഥമാണ് അൽ ഉസാത്ത എന്ന് പറയുന്നത്. ഉസാത്ത എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെ ഈ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോ മരണശേഷം അത് ബാധകാണോ? എല്ലാം ഇന്നുള്ള ആളുകളോടാ പറയുന്നത്. യുർഷിദു അല്ലാഹു തആല ആഹ്വാനം ചെയ്യുന്നു അൽ ഉസാത്ത പാപികളോടെല്ലാം വൽ മുദ്നിബീന ദോഷികളോടെല്ലാം അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു എന്നാ നിങ്ങൾ വായിച്ച ആ വാക്കിന്റെ അർത്ഥം. അതേമാതിരി തന്നെയാണോ ഉസാത്തുൽ ഉമ്മത്തി എന്നാണോ പദം കൃത്യമായി നോക്കിക്കോളി, രണ്ടും അർത്ഥം. ഉമ്മത്തി എന്ന് ഇബ്നു കസീറിൽ ഞാൻ കണ്ടിട്ടില്ല, അത് ഞാൻ കണ്ടതിലില്ല എന്ന് ഞാൻ പറഞ്ഞത്. കണ്ടതില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനത് വേണമെന്ന് വാശിയും പിടിക്കണില്ല. അൽ ഉമ്മത്തി ഉണ്ടായാലും ഇല്ലെങ്കിലും അൽ ഉസാത്ത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെയാണ് ഉസാത്തുൽ ഉമ്മത്തി എന്ന് പറഞ്ഞതിനുള്ളത്. അതിപ്പോ എല്ലാ പാപികളോടും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് തഫ്സീർ എല്ലാ പാപികളോടും ഉസാത്തൊക്കെ അങ്ങനെ അർത്ഥം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്നല്ല. അല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയത്തിന് നിങ്ങൾ പറയാൻ പാടില്ലല്ലോ. അതായത് അൽ ഉസാത്ത എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എന്നതല്ലാതെ അത് തെളിവ് ഇപ്പൊ നമ്മളിപ്പോ വഹാബികളോടോ അല്ലെങ്കിൽ ഇത് ശിർക്കാന്ന് ആരോപിക്കുന്നതോട് എങ്ങനെ പറയാൻ കഴിയും? നമുക്ക് സമ്മതാണ് എന്ത് അൽ ഉസാത്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു. ഇവിടെ തെളിവ് പറയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറയണം. ഇബ്നു കസീറിലുണ്ട് വഫാത്തായ നബിയോട് സഹായം ചോദിക്കാൻ തെളിവുണ്ട് എന്ന് പറയാൻ നമുക്ക് അങ്ങനെ പറയാ എന്നല്ലാതെ വഫാത്തായ നബിയോട് ചോദിക്കുക എന്നുള്ളത് കിട്ടുമോ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരും ഉസാത്ത എന്നുള്ളതിൽ എല്ലാവരും പൊടുന്നാണ് പറയേണ്ടി വരും നമ്മളെ വകായിട്ട്. അല്ലാതെ ഹാഫിദ് ഇബ്നു കസീർ വഫാത്തായ നബിയോട് സഹായം ചോദിക്കണമെന്നുള്ളത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്കുള്ള തർക്കം. നിങ്ങൾ ഈ ഔദാര്യം ഇവിടെ ചെയ്യുന്ന നിങ്ങൾക്ക് മൈക്ക് തരുന്ന ഔദാര്യം ചൂഷണം ചെയ്യരുത്. നിങ്ങൾ ചോദ്യക്കാരന് ഞാൻ മറുപടിയാണ്. നിങ്ങൾ വാദപ്രതിവാദത്തിനോ സംസാരത്തിനോ ആണെങ്കിൽ നല്ല മൂല്യന്മാരെ കൊണ്ടുവരാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇവിടെ വ്യക്തമായിട്ട് ആഹ്വാനം ചെയ്യണില്ലേ തിരിയുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് സംസാരിക്കാൻ. നിങ്ങൾക്ക് ഭാഷയും അറിയില്ല, എന്താണ് ആ വാക്കിന്റെ അർത്ഥമൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ സംസാരം. അപ്പൊ ആ നിലക്ക് നിങ്ങൾ അൽ ഉസാത്ത എന്ന് പറഞ്ഞ വാക്കിന് ഞാൻ പറഞ്ഞു തരുന്ന അർത്ഥം ശരിയാണോ അല്ലേ എന്ന് അറിയുന്നവരോട് ഉറപ്പിച്ച് ചോദിക്കണം. അൽ ഉസാത്ത എന്നത് ജംഇന്റെ സീഗയിൽ അലിഫ്ലാം കടന്നിട്ടുള്ള വാക്യാണ് അൽ ഉസാത്ത. അതിന് ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാം എന്നല്ലേ അതിന് പറയാ. എന്തിനായാലും ആ അലിഫ്ലാം കടന്നാൽ അൽ ഉസാത്ത എന്ന വാക്കിലെ ഉമൂം കൊണ്ട് തന്നെ അത് ആമായ വാക്കുകൊണ്ട് തന്നെ എല്ലാ പാപികളോടും എന്നാണ് അതിന്റെ അർത്ഥം. വൽ മുദ്നിബീന എന്ന വാക്കിന്റെ അർത്ഥം എല്ലാ കുറ്റം ചെയ്തവരോടും എന്നാണ്. ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാവട്ടെ നബിന്റെ ശേഷമുള്ളവരാവട്ടെ നബി ജീവിച്ചിരിക്കുന്ന കാലത്തുള്ളവരാവട്ടെ ഏത് ആളുകൾക്കും ഖുർആൻ ബാധകല്ലേ അല്ലേ? അപ്പൊ ഖുർആൻ ബാധകമായ എല്ലാ ഉസാത്തിനും എല്ലാ മുദ്നിബീങ്ങളോടും ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം? അല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി പറയുകയാണെങ്കിൽ സംഭവം എങ്ങനെ അൽ ഉസാത്ത എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ബാധകമാണ് എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓക്കെ. വലോ അന്നഹും ഇല്ലലമു എന്ന് പറയുന്ന ആയത്ത് നബിന്റെ കാലത്ത് മാത്രമുള്ളവർക്ക് ബാധക ഇബ്നു കസീറിലില്ലല്ലോ. ഇല്ല എല്ലാ കാലത്തേക്കും ബാധകല്ലേ?
അത് ഞാൻ പിന്നെ യുർഷിദ് താര ഞാൻ പറഞ്ഞു അള്ളാഹ് നിർദ്ദേശിക്കുന്നു പറഞ്ഞാൽ ഞാൻ എന്റെ സംശയങ്ങളോട് ചോദിക്കുകയാണ് എന്ത് അത് ഇങ്ങനെയും പറഞ്ഞുകൂടെ? നമ്മൾ തെളിവ് ഒരാളോട് നിങ്ങൾ കേവലം ചോദിക്കല്ല, നിങ്ങൾ ലേശം ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ആരോ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് വിടുകയെ അല്ലെങ്കിൽ ലേശങ്ങൾ പഠിക്കുകയോ ചെയ്തിട്ടുണ്ട്, രണ്ടാലൊന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. യുർഷിദു തആല അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു, അൽ ഉസാത്ത പാപികളോടെല്ലാം ആഹ്വാനം ചെയ്യുന്നു എന്ന് ഈ ആയത്തിന് തഫ്സീർ ചെയ്യണമെങ്കിൽ ഈ ആയത്ത് എല്ലാവർക്കും ബാധകമായ ആയത്താണ്. അതുറപ്പല്ലേ? അല്ല, അത് ആ മറുപടി ശരിയാണ്. അൽ ഉസാത്ത എന്ന് പറഞ്ഞാൽ ജമ്മിന്റെ അതില്ല, ഞാൻ കണ്ടിട്ടില്ല. അൽ ഉസാത്ത എന്ന് പറഞ്ഞാൽ അതിൽ ജമ്മിന്റെ പദാണ് ഒഴിവാളുകൾക്കും. ആ മറുപടി ശരിയാണ്. അല്ല ഉസ്താദ്, എനിക്ക് ആയത്തും തഫ്സീർ അറിയാ എന്നതല്ലാതെ ഈ അൽ ഉസാത്ത എന്ന് പറഞ്ഞാൽ ജമ്മിന്റെ ഒരു പദാണ് എനിക്ക് പുതിയൊരു അറിവാണ്. അൽഹംദുലില്ലാ, അറിവ് കിട്ടി. അപ്പൊ എനിക്ക് സന്തോഷമായി. നേരെ പറഞ്ഞ് മറ്റെനിക്ക് സന്തോഷം അൽ ഉമ്മത്തിന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അൽ ഉസാത്ത എന്ന് പറഞ്ഞാൽ ജമ്മിന്റെ പദം പെടും. അതുകൊണ്ട് അത് എല്ലാവർക്കും ബാധകമാണ്. ഇൻഷാ അല്ലാഹ് അതൊരു ഹൈറായി. ജമ്മിന്റെ പദം അതെ, എല്ലാവരും പെട്ടു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.